നമുക്ക് ഭക്തിയുണ്ട്, അമ്പലങ്ങളുണ്ട്, ദശാവതാര ചാർത്തുണ്ട്, ഭാഗവത സപ്താഹങ്ങളുണ്ട്. ഇപ്പം ഇവിടെ മൂർഖനൂർ വളരെ ഗംഭീരമായിട്ടൊക്കെ നിങ്ങൾക്ക് കഥകളൊക്കെ പറഞ്ഞ് തത്വങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. ഇതുപോലെ പല ആചാര്യന്മാർ, ഞാനടക്കമുള്ള ആചാര്യൻ. പക്ഷെ ഒരു വാസ്തവം നമ്മൾ അംഗീകരിക്കണം. നമ്മുടെ ഹിന്ദു സമൂഹം, നമ്മുടെ വളരുന്ന കുട്ടികൾ, നമ്മുടെ നെക്സ്റ്റ് ജനറേഷൻ, അവർ ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ പ്രാപ്തരാണോ അല്ലയോ? നിങ്ങൾ പറയണം. പ്രാപ്തരാണോ? അല്ല. നമ്മുടെ കുടുംബങ്ങളിൽ ഡൈവേഴ്സ് കൂടുന്നുണ്ട്, കുടുംബ പ്രശ്നങ്ങൾ കൂടുന്നുണ്ട്, കുട്ടികൾക്ക് ജോലി കിട്ടാത്തതിലുള്ള ഫ്രസ്ട്രേഷൻ കൊണ്ട് ആത്മഹത്യ ചെയ്യുന്നുണ്ട്, സാമ്പത്തികമായി അമിതമായ ചെലവുകൾ ഉണ്ടാക്കിയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരുണ്ട്. ഉണ്ടോ? മദ്യപാനം, ഒരു മിഡിൽ ക്ലാസിൻ്റെ ഇടയിൽ മദ്യപാനം വളരെ മോശപ്പെട്ട രീതിയിൽ പോകുന്നുണ്ട്. അമ്മയെ കൊന്നു, അച്ഛനെ കൊന്നു, വഴക്കടിച്ചു കൊന്നു. ഇതൊക്കെ പത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഹിന്ദു സമൂഹത്തിന്റെ ചിത്രം നിങ്ങൾക്ക് കാണാം. നമ്മളത് ഇഗ്നോർ ചെയ്യരുത്. കാരണം നമ്മുടെ ഭാരത സംസ്കൃതിയിൽ നമ്മുടെ ജീവിതത്തിന്റെ മഹത്വം മനസ്സിലാക്കി തരാൻ, നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് നമ്മുടെ കുട്ടികളെ പലപ്പോഴും മദ്യത്തിലേക്കോ മയക്കുമരുന്നിലേക്കോ രാഷ്ട്രീയത്തിലേക്കോ സ്വാധീനിച്ച് കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ അവരെ അതിലേക്ക് കൊണ്ടുപോകുന്നു. ഞാൻ ഇത്തിരി രാഷ്ട്രീയം പറയുകയാണ്, ഞാൻ ഒരു രാഷ്ട്രീയത്തെയും കുറ്റം പറയില്ല. ബട്ട് വി ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദ ഫാക്ട്. സർട്ടൺ തിങ് നമ്മൾ റിയൽ മനസ്സിലാക്കി. അടുത്ത കാലത്ത് തന്നെ നിങ്ങൾ കണ്ടു, ഗവർണറെയൊക്കെ തടുത്തുകൊണ്ട് കുറെ കുട്ടികൾക്കെതിരെ കേസ് എടുക്കുമ്പോൾ അതിൽ 80% ഹിന്ദു കുട്ടികളാണ്. ഞാൻ എന്തുകൊണ്ടാണ് ഹിന്ദു എന്നുള്ളൊരു വാക്ക് ഉപയോഗിച്ചാൽ, മറ്റു മതസ്ഥരൊക്കെ അവർ കുറേയും കൂടി സേഫ് ഗാർഡ് ചെയ്യും അവരുടെ കുട്ടികളെ, അവരുടെ സമൂഹത്തിലെ. എന്നാൽ ഹിന്ദുവിന്റെ കാര്യത്തിൽ മാത്രം പെട്ടുപോയി, പിന്നെ ആരുമില്ല. ശരിയാണോ ഞാൻ പറയുന്നത്? ശരിയാണോ? പ്രകോപിപ്പിക്കാൻ, പ്രലോഭനം കൊടുക്കാൻ പലരും കൂടെയുണ്ട്. പെട്ടുപോയാൽ അവനവൻ മാത്രമേ ഉള്ളൂ. ആണോ? ഈ സത്യം നമ്മൾ മനസ്സിലാക്കണം. ഒരു രാഷ്ട്രീയക്കാരൻ കൂടെ ഇല്ല. നിങ്ങൾ കണ്ടില്ലേ ശബരിമലയിൽ 2-3 സ്ത്രീകളെ വലിച്ചു കയറ്റിയവർ? ആ സ്ത്രീകളുടെ അവസ്ഥ എന്താണ്? ഇത് മറ്റു മതത്തിൽ സംഭവിക്കില്ലേ? ഇസ്ലാം മതത്തിൽ നമുക്കറിയാം സ്ത്രീകൾക്ക് എത്രത്തോളം സ്വാതന്ത്ര്യം നിങ്ങൾ കാണുന്നുണ്ട്. ഒരേ വേദിയിൽ സ്ത്രീകളെ ഒരു മറയ്ക്കകത്തിരുത്തുന്ന, എത്രയോ അവരെ അധമമായി കാണുന്ന, അല്ലെങ്കിൽ സെക്കൻഡ് ഗ്രേഡ് സിറ്റിസണായി കാണുന്ന ഉണ്ടോ ഇല്ലയോ? എന്നിട്ട് എന്തേ അതിനൊന്നും ആളുകൾക്ക് പ്രശ്നമില്ല. പക്ഷെ ഹിന്ദു സമൂഹത്തിൽ, ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ഡോണ്ട് ടേക്ക് ഇറ്റ് ആസ് എ പൊളിറ്റിക്സ്. വാട്ട് ഐ ആം സെയിങ്, നമ്മുടെ ഹിന്ദു സംസ്കൃതിയിൽ മാത്രം എന്തുകൊണ്ട് നമ്മുടെ കുട്ടികളിലേക്ക് നമുക്കൊരു അവയർനെസ് കൊണ്ടുവരാൻ സാധിക്കുന്നില്ല? അവിടെയാണ് എനിക്കും നിങ്ങൾക്കും വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. നമ്മളിവിടെ വന്നിരിക്കുന്നത്, ഇതുപോലുള്ള ദശാവതാര സത്രങ്ങളിൽ പങ്കെടുക്കുന്നത് ഒരു ലിസണറായിട്ട് കേട്ടു പോവാനാവരുത്. നമുക്ക് പലതും മനസ്സിലാക്കാനുണ്ട്. നമ്മുടെ തലമുറകളിലേക്ക് നമുക്ക് പകർന്നു കൊടുക്കേണ്ടതുണ്ട്. ഇന്ന് ലോകം വളരുകയാണ്. വേൾഡ് ഈസ് സയന്റിഫിക്കലി ഡെവലപ്പിംഗ്. ഇപ്പൊ നോക്കൂ, നിങ്ങൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. റോബോട്ടിക് വേൾഡിലേക്കാണ് നമ്മൾ പോകുന്നത്. ആ ഒരു ലോകത്തിൽ ഇപ്പൊ തന്നെ നമുക്ക് ഏറെക്കുറെ നമ്മൾ ടെക്നോളജിയിൽ വളരെ അഡ്വാൻസ്ഡ് ആണ്. എല്ലാവരുടെ കയ്യിലും സ്മാർട്ട് ഫോണുകളും, എല്ലാവരും ഇന്ന് ഫോൺ പേയും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞു. കുറെ നമുക്ക് സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ പ്രാപ്തരായിട്ടുണ്ട്. ഈ ഡെവലപ്മെന്റ് ഒരു വശത്ത് നടക്കുമ്പോൾ വേറൊരു ഡെവലപ്മെന്റ് കൂടെ നമുക്ക് വേണ്ടതുണ്ട്. മനസ്സിന്റെ ഡെവലപ്മെന്റ്, ജീവിതത്തിൽ മനസ്സിന്റെ ഡെവലപ്മെന്റ്. നിങ്ങൾക്കറിയാം, നമ്മുടെ ശാസ്ത്രങ്ങൾ മുഴുവൻ സംസാരിക്കുന്നത് മനുഷ്യനോടല്ല, മനസ്സിനോടാണ്. വാസ്തവത്തിൽ മനുഷ്യൻ എന്നാൽ മനസ്സാണ്. നമ്മൾ ആ മനസ്സെന്നൊരു വിഷയത്തെക്കുറിച്ച് നമ്മുടെ വിദ്യാഭ്യാസത്തിലേ ഇല്ല. വാസ്തവത്തിൽ മനസ്സ് താളം തെറ്റിയാൽ എല്ലാം പോയി. മനസ്സിലാണ് ജീവിതം ഇരിക്കുന്നത്. മനസ്സിന് ഊർജമില്ല, ഉത്സാഹമില്ലെങ്കിൽ എവിടെയുണ്ട് ജീവിതം? മനസ്സിന് സന്തോഷവും സംതൃപ്തി ഇല്ലെങ്കിൽ എവിടെയാണ് ജീവിതം? മനസ്സിനൊരു സമചിത്തത ഇല്ലെങ്കിൽ, സ്റ്റഡീനെസ് ഇല്ലെങ്കിൽ എവിടെയാണ് ജീവിതം? ശരിയാണോ ഞാൻ പറയണത്? ശരിയാണോ ഞാൻ പറയണത്? മനസ്സ് താളം തെറ്റിയാൽ ജീവിതം താളം തെറ്റിയോ? ഉണ്ടോ? ഈ മനസ്സ് താളം തെറ്റിക്കുന്ന വിധത്തിൽ, മനസ്സിന്റെ ജീവിത ക്രമം തെറ്റിക്കുന്ന വിധത്തിൽ ഇന്ന് നമ്മുടെ ചുറ്റുപാടായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നോക്കൂ, കൊച്ചു കുട്ടികളിൽ മൊബൈൽ അഡിക്ഷൻ കൂടി വരികയാണ്. അതുകൊണ്ട് അവരുടെ പഠനത്തിലേക്കുള്ള അവരുടെ കോൺസെൻട്രേഷൻ മാറുന്നുണ്ട്.
അതേപോലെ തന്നെ മൊബൈലിൽ വേണ്ടാത്തതായിട്ടുള്ള പലതും കണ്ട് കണ്ട് ഭ്രാന്ത് പിടിച്ച് പല കുട്ടികളും ഗെയിമിൽ പെട്ടുപോകുന്നു. കുറെ കുട്ടികൾ പ്രോണായിട്ടുള്ള കാര്യങ്ങൾ കണ്ട് സ്പോയിൽ ആവണു. പലരും പല രീതിയിൽ പോയി. പലരും വേണ്ടാത്ത ചിത്രങ്ങൾ അയച്ച അവസാനം ആത്മഹത്യാ വക്കിലെത്തുന്ന അവസ്ഥ ഉണ്ടോ ഇല്ലയോ? ഈ യാഥാർത്ഥ്യങ്ങളെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം. അപ്പൊ ഇവിടെയാണ് നമുക്ക് ഹൗ വി ക്യാൻ സിങ്ക്രണൈസ് സ്പിരിച്വാലിറ്റി, അല്ലെങ്കിൽ ഹൗ വി ക്യാൻ സിങ്ക്രണൈസ് ഈ ആത്മീയതയും ജീവിതവും എങ്ങനെ കണക്ട് ചെയ്യാം. ഇവിടെയാണ് എനിക്ക് നിങ്ങൾക്കുള്ള ജോലി. നമ്മൾ കുട്ടികളോട് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്, തലമുറകളോട് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. മനുഷ്യൻ എന്നാൽ മനസ്സാണ്. ആരാ മനുഷ്യൻ? മനസ്സാണ് മനുഷ്യൻ. ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് അർത്ഥാവില്ല. പക്ഷെ ആ മനസ്സിലേക്ക് നമ്മൾ നോക്കേണ്ടതുണ്ട്. ഒരു അന്തർമുഖത്വം വരേണ്ടതുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെയൊക്കെ ക്ഷേത്രങ്ങളുടെ മുന്നിൽ വലിയ ദീപസ്തംഭത്തിന്റെ താഴെ ആമയുടെ രൂപം വെച്ചിരിക്കുന്നത്. നിങ്ങൾ വലിയ കൽവിളക്കിലോ അല്ലെങ്കിൽ വലിയ ദീപസ്തംഭങ്ങളിലേക്കോ നോക്കിക്കഴിഞ്ഞാൽ താഴെ കാണാൻ പറ്റുന്നത് എന്താണ്? എന്തിനാണ് ആമയെ വെച്ചത്? തമിഴ്നാട്ടിൽ ഉണ്ടാക്കിയതുകൊണ്ടാണോ? കാരണം തമിഴ്നാട്ടുകാരാണ് എന്ത് ചോദിച്ചാൽ ആമ എന്ന് പറയും. എന്തിനാണ് ഈ ആമയെ വെച്ചിരിക്കുന്നത്? ഇത് നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട. ഒരു ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഇത് എന്തിനാണ് ഈ ആമ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. നമുക്ക് അറിയോ ഇതിനെക്കുറിച്ച്? നമുക്ക് അറിയില്ലല്ലോ. എത്ര പേർക്ക് അറിയില്ല എന്ന് പറയാൻ പറ്റുന്നവർ എത്ര പേരുണ്ട്? നമുക്ക് ഭൂരിപക്ഷം നമുക്കറിയില്ല. അതാണ് നമ്മുടെ ഒരു പരാജയവും വലിയത്. ഇതര മതങ്ങൾക്കൊക്കെ അവരുടെ മതഗ്രന്ഥങ്ങൾ ചെറുപ്പത്തിലേ പരിചയപ്പെടാൻ സാധിച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കും, മുസ്ലിം സമുദായത്തെ സംബന്ധിച്ച് കൊച്ചുനാളിൽ തന്നെ നമ്മൾ കാണുന്നുണ്ടല്ലോ. രാവിലെ ഈ പ്രദേശത്തൊക്കെ നിങ്ങൾ കാണുന്നില്ലേ? കുട്ടികളെ മദ്രസയിലേക്ക് പറഞ്ഞേക്കുന്നു. കാണുന്നുണ്ടോ? നമ്മുടെ കുട്ടികൾ കൂർക്കം വലിച്ചുറങ്ങുമ്പോൾ ആ കുട്ടികൾ മദ്രസയിൽ പോവാണ്, അവരുടെ മതത്തെ പഠിക്കുക. ഞായറാഴ്ചകളിലെങ്കിലും ക്രിസ്ത്യൻ കുട്ടികൾക്ക് അവരുടെ ബൈബിൾ പഠിക്കാനുള്ള സംവിധാനമുണ്ട്. ഉണ്ടോ? എന്നാൽ ഹിന്ദുവിനെ സംബന്ധിച്ച് ക്ഷേത്രങ്ങളൊക്കെ ഭരിക്കുന്നത് ദേവസ്വം ബോർഡുകളാണെങ്കിലും നമ്മുടെ ഗ്രന്ഥങ്ങളെ കുട്ടികളിലേക്ക് എത്തിക്കാനോ ഇതൊന്നും മനസ്സിലാക്കി കൊടുക്കാനോ ഒരു മാർഗവുമില്ല. ഉണ്ടോ ഇല്ലയോ? പിന്നെ നമുക്കുള്ളത് ഏക മാർഗം ഈ സപ്താഹങ്ങളും ഇതുപോലുള്ള ദശാവതാര സത്രങ്ങൾ പോലുള്ള മഹത് കാര്യങ്ങൾ. ഇതുള്ളത് കൊണ്ടാണ് നമ്മൾ ഇത്രയെങ്കിലും സർവൈവ് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്, നമ്മളൊരു പുതിയ യുഗത്തിലേക്ക് കടക്കുകയാണ്. നമ്മളൊരു പുതിയ വേൾഡിലേക്ക് കടക്കുമ്പോൾ ഇനി നമ്മുടെ കയ്യിൽ ഒരു പുസ്തകം വേണം. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഏറ്റവും ചൈതന്യം നിറഞ്ഞ ഭാഗവതത്തോടൊപ്പം തന്നെ എളുപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പുസ്തകമാണ് ഭഗവത്ഗീത. ഏതാണ് എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്? ഈ വെക്കേഷൻ സമയത്ത് നമ്മൾ നമ്മുടെ കുട്ടികളിലേക്ക് ഒരു 10 ശ്ലോകം ഭഗവത്ഗീതയെങ്കിലും പറഞ്ഞു കൊടുക്കാൻ നമുക്ക് പറ്റണം. നമ്മളെല്ലാവരും ഒന്ന് പരിശ്രമിക്കുക. കാരണം ഭഗവത്ഗീതയിലൂടെ കുട്ടികൾക്ക് എന്താണ് ജീവിതമെന്നും എന്തിനാണ് ജീവിതം. കാരണം നിങ്ങൾക്ക് തെറ്റിദ്ധാരണ വരരുത്. ഭഗവത്ഗീത 18 അധ്യായങ്ങളാണ്, 700ഓളം ശ്ലോകങ്ങളാണ്. ഈ 18 അധ്യായങ്ങളുള്ള ഗീതയ്ക്ക് ഭഗവാൻ ശ്രീകൃഷ്ണൻ കൊടുത്തിരിക്കുന്ന, അല്ലെങ്കിൽ വേദവ്യാസ മഹർഷി കൊടുത്തിരിക്കുന്ന ഒരു വ്യാഖ്യാനമാണ് ശ്രീമദ് ഭാഗവതം. 18,000 ശ്ലോകമുള്ള ഭാഗവതം. ഭഗവത്ഗീത അതിൻ്റെ കണ്ടന്റും ഭാഗവതം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു വിപുലീകൃത രൂപവുമാണ്. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? അതുകൊണ്ട് ഭാഗവതവും ഭഗവത്ഗീതയും രണ്ടല്ല. ഭഗവത്ഗീത തന്നെയാണ് എന്തായത് ഇത് നമുക്കൊരു സംശയം ഉണ്ടാവരുത്. ഭാഗവതം ഇവിടെ സ്വാമി ഭാഗവതാണ് പറയുന്നത്, സ്വാമി എന്താ ഭഗവത്ഗീത പറയുന്നത്? ഭഗവത്ഗീതയും ഭാഗവതവും ഉറക്കെ പറയൂ ഒന്നാണ്. അപ്പൊ അവിടെ ഗീതയിൽ കൃഷ്ണൻ പറയുന്നുണ്ട്, നമ്മള് മാനസികമായി ഉയരണമെങ്കിൽ, മനസ്സിന്റെ ഉന്നത തലങ്ങളിലേക്ക് എത്തണമെങ്കിൽ മനുഷ്യൻ അവന്റെ മനസ്സിനെ ഇൻട്രോവേർട്ടഡ് ആക്കേണ്ടതുണ്ട്. അന്തർമുഖത്വം വേണം. ഈ അന്തർമുഖത്വം എന്ന് പറയുന്നത്, ശ്രദ്ധിക്കുക, അന്തർമുഖത്വം എന്ന് പറയുന്നത് മനുഷ്യന്റെ മനസ്സിൽ ഉറങ്ങിക്കിടക്കുന്ന ഏറ്റവും അത്ഭുതകരമായൊരു ശക്തിയാണ് വിവേകശക്തി എന്ന് പറയുന്നത്. നമ്മൾ പറയില്ലേ ഉള്ളറിവ് അല്ലെങ്കിൽ തിരിച്ചറിവ് എന്ന് പറയുന്നത്. എത്രത്തോളം അവനവന്റെ ഉള്ളിലേക്ക് അവനവന് നോക്കാൻ സാധിക്കുന്നുണ്ടോ അത്രത്തോളം ഒരു വ്യക്തിയിൽ ഉറങ്ങിക്കിടക്കുന്ന ഉള്ളറിവ്, ഉള്ളിലുള്ള ഇന്റലിജൻസ്, ഈ അറിവിനെ നമുക്ക് കണ്ടെത്താൻ പറ്റും. ഇതിനെ ഉണർത്താനാണ് നമ്മൾ
അന്തർമുഖത്വം. അപ്പൊ കൂർമ്മ അങ്കാനി ഇവ. കൂർമ്മം എന്ന് പറഞ്ഞാൽ ആമ, അംഗങ്ങൾ വലിക്കുന്ന പോലെ, ആമ അതിൻ്റെ അവയവങ്ങൾ ഉള്ളിലേക്ക് വലിക്കുന്ന പോലെ നമ്മുടെ മനസ്സിന്റെ ശ്രദ്ധ നമ്മൾ മനസ്സിലേക്ക് തന്നെ കൊണ്ടുവരേണ്ടതുണ്ട്. ആ മനസ്സിനെ നിങ്ങൾ ഏകാഗ്രമാക്കാൻ ആദ്യം അന്തർമുഖത്വത്തിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. അങ്ങനെ അന്തർമുഖത്വത്തിലേക്ക് കൊണ്ടുവന്നിട്ട് വേണം ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കാൻ. അപ്പൊ മനസ്സിന് വേണ്ടിയിട്ടാണ് ക്ഷേത്രം വെച്ചിരിക്കുന്നത്. ഈ ദശാവതാരങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് മനുഷ്യ മനസ്സിനെ കൂടുതൽ ദൈവീകമാക്കാൻ. ഞാനിത് പറയുമ്പോൾ കുറച്ച് നമുക്കൊരു ഇന്നത്തെ സയൻസുമായിട്ട് ഇതിനെ കണക്ട് ചെയ്യണം. കുട്ടികൾ മനസ്സിലാക്കണം. നിങ്ങളൊക്കെ ബയോളജി പഠിക്കുന്ന സമയത്ത് ഡാർവിൻ്റെ തിയറി ഓഫ് എവല്യൂഷനും ഒക്കെ നമ്മൾ പഠിക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിന്റെ വികാസത്തെക്കുറിച്ച് സയൻസ് പഠിപ്പിക്കുന്നത് ഈ പ്രപഞ്ചം വികസിച്ചത് പല സ്റ്റേജുകളിലൂടെയാണ്. അതിനൊരു ഫസ്റ്റ് തലം എന്ന് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്ന എനർജി ലെവലിലുള്ള എവല്യൂഷൻ. അതിന്റെ ഫസ്റ്റ് മാനിഫെസ്റ്റേഷൻ അങ്ങനെയാണ്. പിന്നീടാണ് എന്താണ് പടിപടിയായിട്ടാണ് ബയോളജിക്കൽ എവല്യൂഷൻ, കൾച്ചറൽ എവല്യൂഷൻ, സോഷ്യൽ എവല്യൂഷൻ തുടങ്ങിയിട്ടുള്ള എവല്യൂഷൻ പലത് വന്നിട്ടാണ് മനുഷ്യൻ എന്ന രൂപത്തിലേക്ക് എത്തിയത്. എത്രയോ കോടിക്കണക്കിന് വർഷത്തിന്റെ ഒരു പരിണാമത്തിലൂടെയാണ് ഈ വികാസം ഉണ്ടായിട്ടുള്ളത്. ഇതര മതങ്ങൾ പറയുന്നത് പോലെ ഒരു ദിവസം കൊണ്ട് പടച്ചു വിട്ടതല്ല നമ്മളെ. ഇതൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള പ്രോസസ്സാണിത്. ഇങ്ങനെ മനുഷ്യൻ ഇവിടെ പരിണമിച്ചിവിടെ എത്തുമ്പോൾ ഇന്ന് നമ്മളൊക്കെ എത്തിയിരിക്കുന്നത് എവിടെ വെച്ചാൽ മനുഷ്യന്റെ ബുദ്ധിയുടെ ഔന്നത്യത്തിലാണ്. ഇന്ന് നമുക്ക് വലിയ സൂപ്പർസോണിക് വിമാനങ്ങൾ കണ്ടുപിടിക്കാൻ, ഇന്ന് നമുക്ക് വലിയ ടെക്നോളജികൾ കണ്ടുപിടിക്കാൻ നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോണുകൾ, അതേപോലെ തന്നെ ഇന്ന് നമുക്ക് ചന്ദ്രയാൻ ഇറക്കാൻ പറ്റുന്നുണ്ട്, സൂര്യനിലേക്ക് സ്പേസിലേക്കൊക്കെ പലതും അയക്കാൻ പറ്റുന്നു. ഇങ്ങനെ മനുഷ്യൻ അവന്റെ ബുദ്ധിയുടെ ലോകത്തിലേക്ക് ഉയർന്നു പോകുമ്പോൾ, ആ പരിണാമത്തിന്റെ ഹയർ ലെവലിലേക്ക് നമ്മൾ ഇവോൾവ് ചെയ്ത് പോകുമ്പോൾ ഒരു പരിണാമം സംഭവിക്കാതെ പോകുന്നു. മനുഷ്യന്റെ ബുദ്ധി മാത്രം വികസിച്ചാൽ പോരാ, മനുഷ്യന്റെ മനസ്സുകൂടെ വികസിക്കേണ്ടതുണ്ട്. കാരണം എന്തിനാ മനസ്സ് വികസിക്കുന്നത്? മനുഷ്യന്റെ മനസ്സിനാണ് സന്തോഷം വേണ്ടത്, മനുഷ്യന്റെ മനസ്സിനാണ് സംതൃപ്തി വേണ്ടത്, മനുഷ്യന്റെ മനസ്സിനാണ് സമാധാനം വേണ്ടത്, മനുഷ്യന്റെ മനസ്സിനാണ് ശാന്തി വേണ്ടത്, മനുഷ്യന്റെ മനസ്സിനാണ് സ്വസ്ഥത വേണ്ടത്, മനുഷ്യന്റെ മനസ്സിനാണ് ശക്തി വേണ്ടത്. അല്ലാന്ന് പറയോ നിങ്ങൾ? നമ്മളിതൊക്കെ പറയാറില്ല, എൻ്റെ മനസ്സിന് സ്വസ്ഥത പോരാ, എൻ്റെ മനസ്സിന് ശാന്തി, അങ്ങനെയല്ലേ നമ്മൾ പറയാറ്? ആണോ അല്ലയോ? എനിക്ക് ചോദിക്കാനുള്ളത്, ഈ മനസ്സിന്റെ പരിണാമത്തിന് വേണ്ടി, മനസ്സിന്റെ വികാസത്തിന് വേണ്ടി നമ്മുടെ വിദ്യാഭ്യാസത്തിൽ എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും പഠിപ്പിക്കുന്നുണ്ടോ? അതുകൊണ്ടല്ലേ ഇന്ന് കുട്ടികളുടെ മനസ്സിൽ മുഴുവൻ നമ്മൾ കേൾക്കുന്ന വാക്കുകൾ സ്ട്രെസ്, ടെൻഷൻ ഉണ്ടോ? പണ്ട് നമ്മൾ ഈ വാക്കുകളൊന്നും കേട്ടില്ല. ഡിപ്രഷൻ കേൾക്കുന്നുണ്ടോ? ഇന്ന് കണ്ടമാനം സൈക്യാട്രിസ്റ്റുമാർ വരുന്നു, സൈക്കോളജിസ്റ്റുകൾ വരുന്നു. കാരണം ഡിപ്രഷനിലേക്ക് പോകുന്നു മനസ്സ്. ഉണ്ടോ ഇല്ലയോ? എന്താ ഒന്നും മിണ്ടാത്തത് നിങ്ങൾ? ഉണ്ടോ ഇല്ലയോ? എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? കാരണം മനസ്സ് എവിടെയോ നിയന്ത്രണം വിട്ടു, മനസ്സ് എവിടെയോ താളം തെറ്റുന്നു. അപ്പൊ ഇവിടെ ബുദ്ധിപരമായി പലതും കണ്ടുപിടിക്കാൻ കഴിയുന്നുണ്ടെങ്കിലും മാനസികമായ സംഘർഷങ്ങളും പിരിമുറുക്കങ്ങളും അസ്വസ്ഥതകളും അവശതകളും മനുഷ്യ ജീവിതത്തിൽ കൂടുകയാണോ കുറയാണോ ചെയ്യുന്നത്? ഉറക്കെ പറയൂ, ഇതിനെന്താ വഴി? എന്റെ ചോദ്യം ഇതാണ്. ലോകം വികസിക്കുന്നതോടൊപ്പം, ശാസ്ത്രം വികസിക്കുന്നതോടൊപ്പം മനുഷ്യന്റെ മനസ്സും വികസിക്കേണ്ടതുണ്ടോ ഇല്ലയോ? അപ്പൊ മനുഷ്യന്റെ മനസ്സ് വികസിപ്പിക്കാൻ എന്താണ് വഴി? എന്താണ് ആ മനസ്സിന്റെ വികാസം എന്ന് പറയുന്നത്? ഇവിടെയാണ് നമ്മുടെ ക്ഷേത്രങ്ങളിലൂടെ നമ്മുടെ ഋഷിവര്യന്മാർ പറയാതെ നമുക്ക് അറിവ് തന്നത്. നമ്മുടെ ഒരു കഷ്ടകാലത്തിന് നമുക്കത് വായിച്ചെടുക്കാനുള്ള കഴിവുണ്ടായില്ല. ഇപ്പൊ നിങ്ങളൊരു ക്ഷേത്രത്തിൽ പോകുന്ന സമയത്ത് ആ ക്ഷേത്രത്തിന്റെ ആ ചൈതന്യത്തിൽ, ആ അന്തരീക്ഷത്തിൽ അവിടെ ഇരിക്കുമ്പോൾ, ഇത്രയും ആളുകൾ ഒന്നിച്ചിരിക്കുന്ന സമയത്ത്, നിങ്ങൾ നാമജപം ചെയ്യുമ്പോൾ, കീർത്തനങ്ങൾ ചൊല്ലുമ്പോൾ, നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ, നിങ്ങളറിയാതെ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു ഊർജമുണ്ട്. ആ ഊർജത്തിന്റെ പേരാണ് ആത്മീയ ഊർജം. എന്താണ്? ഒരു ആത്മീയ ഊർജമുണ്ട്. ഇത് നമ്മുടെ മനസ്സിനെ നമ്മൾ അറിയാതെ പരിവർത്തനം വരുത്തുന്നുണ്ട്. നിങ്ങൾ അറിയാതെ പരിവർത്തനം വരുത്തും. മനുഷ്യ മനസ്സിൽ ഉറങ്ങിക്കിടക്കുന്ന ദൈവീക ശക്തികളെ ഉണർത്തിക്കൊണ്ട് ആ മനസ്സിനെ പ്രാപ്തിയുള്ള, കഴിവുള്ള, ശക്തിയുള്ള, കരുത്തുള്ള, ഊർജമുള്ള,
തനിക്കും സമൂഹത്തിന് ഉപകാരം ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിത്വമാക്കി പരിവർത്തനം വരുത്തിയെടുക്കുക. അത് സാധിക്കണമെങ്കിൽ മനസ്സിന് പരിവർത്തനം വരുത്താൻ സാധിക്കണം. നിങ്ങൾ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് നോക്കുക. പൂന്താനം എന്ന് പറയുന്ന ഒരു കവി അല്ലെങ്കിൽ സാധാരണ മനുഷ്യൻ അവിടെ ഇരുന്ന് ഉപാസിച്ച് അവസാനം വലിയ മനോഹരമായ ഒരു ജ്ഞാനപ്പാന എഴുതുന്നു. വാതരോഗം വന്നൊരു ഭട്ടതിരിപ്പാട് ആ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ചെന്നിരുന്ന് ഗുരുവായൂരപ്പന് ഉപാസിച്ച് നാരായണീയം എന്നൊരു കൃതി എഴുതുന്നു. നിങ്ങൾ നോക്കൂ, ഭാരതത്തിലുണ്ടായ സകല കൃതികളും, എല്ലാ കൃതികളും ജീവിതത്തിന്റെ പല പ്രശ്നങ്ങളിലൂടെ കടന്നുപോയവർ എഴുതിയവരാണ്. രാമായണം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ വാത്മീകി എന്ന് പറയുന്ന ഒരു കവിയുടെ മുന്നിൽ അല്ലെങ്കിൽ രത്നാകരന്റെ മുന്നിൽ ഒരു സമസ്യ, ഒരു ചോദ്യം, നിങ്ങൾ ചെയ്യുന്ന പാപങ്ങളൊക്കെ നിങ്ങളുടെ വീട്ടുകാരൊക്കെ കൂടെ ഉണ്ടാകും അനുഭവിക്കാൻ. ഭാര്യ വളരെ വ്യക്തമായ ഉത്തരം പറഞ്ഞു. എനിക്ക് തോന്നാറുണ്ട് ഭാര്യ പെരുമ്പാവൂരുകാരിയായിരിക്കണമെന്ന്. കാര്യം ഭാര്യ വളരെ സത്യം പറഞ്ഞു, നിങ്ങൾ ചെയ്യുന്നതൊക്കെ നിങ്ങൾ തന്നെ അനുഭവിക്കേണ്ട ഒരു മനുഷ്യ. നിങ്ങൾ അങ്ങനെയല്ലേ പറയാ? ആണോ അല്ലയോ? എന്നാൽ ഈ രത്നാകരൻ പെരുമ്പാവൂരുകാരനായിരുന്നില്ല. കാരണം ഇന്ന് ഭാര്യ പറയുകയാണ്, നിങ്ങൾ ചെയ്തു കൂട്ടുന്നൊക്കെ നിങ്ങൾ അനുഭവിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആവറേജ് ഭർത്താവ് എങ്ങനെയായിരിക്കും പെരുമാറുക? ഒന്നും മിണ്ടാത്തത് ഞാൻ പറയണ്ടല്ലോ എന്തായിരിക്കുന്ന. അപ്പം കിട്ടിയിട്ടുണ്ടാ മറുപടി, ഇതിനാണോ നിങ്ങളൊക്കെ തീറ്റി പോയിട്ടുണ്ടെന്ന് ചോദിച്ചിട്ട്. എന്നാൽ രത്നാകരൻ ഈ ചോദ്യം തലയിൽ കയറി. നാളെ എൻ്റെ കൂടെ ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. നാളെ എൻ്റെ കൂടെ ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ ബോധം നമുക്ക് പലപ്പോഴും ഉണ്ടാവാറില്ല. നമ്മുടെ കൂടെ നമ്മളെ ഉണ്ടാവുള്ളൂ. നമ്മുടെ വിചാരം നമ്മുടെ കൂടെ ആരൊക്കെ ഉണ്ട് എന്നാണ്. ഇവിടെ ഇരിക്കുന്ന പെൺകുട്ടികളോടൊക്കെ എനിക്ക് പറയാനുള്ളത്, ഈ ബോധം നിങ്ങൾക്ക് നേരത്തെ ഉണ്ടാവണം. നമ്മുടെ കൂടെ നമ്മളെ ഉണ്ടാവുള്ളൂ. വാട്ട് യു മീൻ ബൈ ദാറ്റ്? ഇപ്പം നമ്മൾ അർത്ഥെടുത്തിരിക്കുന്നത് എൻ്റെ കൂടെ എൻ്റെ ജോലി ഉണ്ടാവും, എൻ്റെ കൂടെ എൻ്റെ പണം ഉണ്ടാവും, എൻ്റെ കൂടെ എൻ്റെ ആരോഗ്യം ഉണ്ടാവും. ഇതാണോ ഞാൻ എൻ്റെ കൂടെ ഉണ്ടാവും എന്നുള്ളത്? ആണോ? എൻ്റെ ജോലി എൻ്റെ കൂടെ ഉണ്ടാവുന്നതാണോ ശരി? അല്ല. എൻ്റെ പണം എൻ്റെ കൂടെ ഉണ്ടാവും എന്നുള്ളതാണോ ശരി? കാരണം ഞാൻ ഇന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് രാവിലത്തെ പേപ്പർ വായിച്ചപ്പോൾ എനിക്ക് കിട്ടിയൊരു വാർത്ത, എത്രയോ ലക്ഷങ്ങളുടെ ലോട്ടറി അടിച്ച ആൾ അവസാനം ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ്. പണമുണ്ടായിട്ടും ആത്മഹത്യ ചെയ്യുന്നു ഇല്ലേ? പണം, സമ്പത്ത്, കണ്ടമാനം പണം ഉണ്ടായിട്ടും ആത്മഹത്യ ചെയ്യുന്ന ആളുകളുടെ നാട്ടിലാണ് നമ്മൾ ഇരിക്കുന്നത്. സമാധാനമില്ല. നിങ്ങൾ കണ്ടില്ലേ, വയനാട്ടിലാണ് 50,000 ഒറ്റ സ്ക്വയർ ഫീറ്റുള്ള ഒരാൾ വീട് വെച്ച് ആ മനുഷ്യനാണ് ദുബായിൽ 7ാമത്തെ നിലയിൽ നിന്ന് താഴെ ചാടി ആത്മഹത്യ ചെയ്തത്. കോടിക്കണക്കിന് സമ്പത്ത് ഒരു വശത്ത്, പക്ഷെ കോടിക്കണക്കിന് കടബാധ്യത വേറൊരു ഭാഗത്ത്. ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ മനസ്സെന്ന് പറയുന്ന സാധനം താളം തെറ്റിയാൽ പണമുണ്ടായിട്ടും കാര്യമില്ല, വിദ്യാഭ്യാസം ഉണ്ടായിട്ടും കാര്യമില്ല, ആരോഗ്യമുണ്ടായിട്ടും. അപ്പൊ ഒരു മനുഷ്യന്റെ കൂടെ, നിന്റെ കൂടെ നിങ്ങളെ ഉണ്ടാവുള്ളൂ എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥമാക്കുന്നത്? ആരോഗ്യമുള്ളൊരു മനസ്സാണ് നമ്മുടെ കൂടെ ഉണ്ടാവേണ്ടത് എന്നല്ലേ? ആണോ? ആരോഗ്യമുള്ളൊരു മനസ്സുണ്ടെങ്കിലേ നമുക്ക് ജീവിത പ്രതിസന്ധികളെ തരണം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇപ്പൊ ഈ ആരോഗ്യമുള്ളൊരു മനസ്സെങ്ങനെയാ ഉണ്ടാവുക? എങ്ങനെയാണ് മനസ്സിന് ആരോഗ്യമുണ്ടാക്കുക? മനസ്സിനെ ആരോഗ്യമുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ആരോഗ്യമുണ്ടാവുകയാണ്. ശരീരത്തിന് നമ്മൾ ഭക്ഷണം കൊടുത്താൽ ആരോഗ്യമുണ്ടാവുകയാണ്. ഒരാൾ എക്സസൈസ് ചെയ്യുമ്പോൾ ശരീരത്തിന് ആരോഗ്യമുണ്ടാവുകയാണ്. ഉണ്ടാക്കാൻ പറ്റില്ല ഒന്നും? ഉണ്ടോ? ഉണ്ടാക്കാൻ പറ്റുമോ? അങ്ങോട്ട് എല്ലാം ഉണ്ടാവുകയാണ്. നിരന്തരമായ പരിശീലനത്തിലൂടെ രൂപാന്തരം സംഭവിക്കുകയാണ്. ഒരു പൂപ്പയിൽ എപ്രകാരമാണോ ഒരു സുന്ദരമായ ഒരു പൂമ്പാറ്റ രൂപപ്പെടുന്നത്, ഇതുപോലെയാണ് മനുഷ്യന്റെ മനസ്സ് രൂപാന്തരം വരുന്നത്. ഇങ്ങനെ രൂപാന്തരം വരണമെങ്കിൽ ആ മനസ്സിനെ രൂപാന്തരപ്പെടുത്തുന്ന കുറച്ച് ഊർജം അതിലേക്ക് വരേണ്ടതുണ്ട്, ശക്തി അതിലേക്ക് വരേണ്ടതുണ്ട്. വേണോ? ഒരു ശക്തി നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ അതിന്റെ സ്വാധീനം കൊണ്ടാണ് നമ്മൾ പലതുമായി തീരുന്നത്. ഏത് ചിന്തകളാണോ നിങ്ങളുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നത്, ആ ചിന്തകൾക്കനുസരിച്ചാണ് മനുഷ്യന്റെ വ്യക്തിത്വം രൂപപ്പെടുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കൂട്ടുകെട്ടെന്ന് പറയുന്നത്. കൂട്ടുകെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തികളിൽ നിന്ന് കിട്ടുന്ന ചിന്തകൾ നമ്മുടെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുന്നതിൽ വളരെ സ്വാധീനിക്കുന്നു. ഒരു കൈകേകി താളം തെറ്റിപ്പോയത് മന്ദരയുമായിട്ടുള്ള കൂട്ടുകെട്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മന്ദര ഉണ്ടാക്കുന്ന ചിന്താഗതികൾ കൈകേകിയെ വളരെയധികം സ്വാധീനിക്കുന്നത് കൊണ്ടാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നല്ലത് സ്വാധീനിക്കണം. ഇന്ന് നോക്കൂ, നമ്മുടെ ചുറ്റുപാടിലേക്ക് കുട്ടികൾ ഇറങ്ങുമ്പോൾ കയ്യിലിരിക്കുന്ന മൊബൈല്
അല്ലെങ്കിൽ അതിലുള്ള പല വീഡിയോസ്, യൂട്യൂബുകൾ, അല്ലെങ്കിൽ അവരുടെ കൂട്ടുകെട്ടുകൾ, ഇതൊക്കെ അവരുടെ മനസ്സിനെ കൂടുതൽ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതാണോ? ആണോ? അല്ല. അപ്പൊ പിന്നെ എങ്ങനെയാ അവരുടെ മനസ്സിനെ ശക്തിപ്പെടുത്തുക? നാളെ അവരുടെ കൂടെ അവരുടെ ആരോഗ്യമുള്ള ഒരു മനസ്സേ ഉണ്ടാവുകയുള്ളൂ. എങ്ങനെ അവരുടെ മനസ്സിനെ ആരോഗ്യമുള്ളതാക്കി തീർക്കും? അതിന് നമുക്കിന്ന് പദ്ധതികളുണ്ടോ? ഉണ്ടോ? അതിനാണ് നമുക്ക് ക്ഷേത്രങ്ങൾ തന്നിരിക്കുന്നത്. ക്ഷേത്രങ്ങളുടെ ലക്ഷ്യം അതാണ്. ഒരു മനുഷ്യന്റെ മനസ്സിന്റെ ശക്തി ഉണർത്തുക, അതിനെ കഴിവുള്ളതാക്കുക, കരുത്തുള്ളതാക്കുക. അങ്ങനെ സാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധിച്ച ചരിത്രമാണ് ഭാരതത്തിലുള്ളത്. ഗുരുവായൂരപ്പനെ ഉപാസിച്ച പൂന്താനത്തിന് ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി എന്ന് പറയാൻ സാധിച്ചത് ഒരു മകന്റെ മരണത്തെ ഉൾക്കൊള്ളാനുള്ള, അതിനെ അതിവർത്തിക്കാനുള്ള ഒരു മനോബലം ഉള്ളത് കൊണ്ടാണ്. ആണോ? നിങ്ങൾ നാരായണീയം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നാരായണീയത്തിൽ കാണാൻ സാധിക്കുന്നത് വാതരോഗം കൊണ്ട് തളർന്നുപോയ ഭട്ടതിരിപ്പാടിന്റെ മനസ്സിനെ തളരാൻ അദ്ദേഹം അനുവദിച്ചില്ല. ശരീരം തളർന്നു, മനസ്സ് തളരാൻ അനുവദിച്ചില്ല. ആ മനസ്സിന്റെ ചിന്തകൾ മുഴുവൻ ഭഗവാനെ കുറിച്ചുള്ള ചിന്തകളായപ്പോൾ, നാമജപങ്ങളും മറ്റും ആയപ്പോൾ, ആ നാമജപത്തിന്റെ ചിന്ത കൊണ്ട് അതിലേക്ക് മനസ്സ് സ്വാധീനിക്കപ്പെട്ടപ്പോൾ മനസ്സ് രൂപാന്തരപ്പെട്ടു. കൂടുതൽ കൂടുതൽ ഒരു കരുത്തും കൂടുതൽ ശക്തിയും ആ മനസ്സിന് വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ ഈ വാതരോഗമൊന്നും എന്നെ ബാധിക്കുന്നില്ല. വാതരോഗമുണ്ട് ശരീരത്തിന്, പക്ഷെ ഈ രോഗങ്ങളൊന്നും എന്നെ അല്പം പോലും ബാധിക്കുന്നില്ല. ദാറ്റ് മീൻസ് ദ മൈൻഡ് ക്യാൻ കംപ്ലീറ്റ്ലി ഗെറ്റ് ട്രാൻസ്ഫോം. അതിന്റെ ശ്രദ്ധ മുഴുവൻ തിരിച്ചുവിട്ടു. ഒരു വശത്ത് തളരേണ്ടിയിരുന്ന വ്യക്തി ആ തളർന്നു പോവാതെ, അത്തരം തളർത്തുന്ന ചിന്താഗതികളിലേക്ക് പോവാതെ, തന്നെ ഉണർത്തുന്ന ഊർജമുണ്ടാക്കുന്ന ചിന്താധാരകളിലേക്ക് മനസ്സിനെ തിരിച്ചുവിടാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ കുട്ടികൾ, വളർന്നു വരുന്ന കുട്ടികൾ ജീവിതത്തിൽ പല പ്രശ്നങ്ങളെയും അഭിമുഖീകരിക്കേണ്ടവരാണ്. ആണോ? ഈ പ്രശ്നങ്ങളിലേക്ക് അവരുടെ ശ്രദ്ധ പോവാതെ, ആ ശ്രദ്ധയിലൂടെ ആ പ്രശ്നം അവരെ സ്വാധീനിക്കാതെ തളർന്നു പോവാതിരിക്കണമെങ്കിൽ അവരുടെ ശ്രദ്ധയെ അവർക്ക് തിരിച്ചുവിടാൻ വേണ്ടി എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കണ്ടേ? വേണോ വേണ്ടയോ? ഞാനും നിങ്ങളും അന്ധമായി പറയുന്ന ചില കാര്യങ്ങളുണ്ട്. എനിക്ക് ദയ വിചാരിച്ച് നിങ്ങളോട് കൈകൂപ്പി പറയാനുള്ളതാണത്. പ്രാർത്ഥിക്കുക എന്നുള്ള വാക്കുണ്ടല്ലോ, നമ്മൾ തെറ്റായിട്ട് ഉപയോഗിക്കരുത്. കാരണം ഹിന്ദു മതത്തിൽ പല വാക്കുകളും വളരെ തെറ്റായി ഉപയോഗിക്കപ്പെട്ട വാക്കുകളാണ്. പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്ന എന്താണ്? ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ദൈവം പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതാണ്. അങ്ങനെയല്ല ഇപ്പൊ നിങ്ങൾ പഠിപ്പിക്കുന്നത്? ആണോ അല്ലയോ? ആണോ അല്ലയോ? അല്ല, ദൈവത്തോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദൈവം എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്നല്ലേ നിങ്ങൾ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുന്നത്? എന്താ നിങ്ങൾ സൈലന്റ് മോഡിലിട്ടിരിക്കുന്നത്? നിങ്ങൾ അങ്ങനെയല്ലേ പറഞ്ഞു കൊടുക്കുന്നത്? ആണോ അല്ലയോ? ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ ദൈവം പ്രശ്നങ്ങൾ പരിഹരിക്കും, നിങ്ങൾക്ക് ഉറപ്പുണ്ടോ പരിഹരിക്കുന്നത്? നോണ പറയരുത്, സത്യമേ പറയാം. അങ്ങനെ ദൈവം വന്ന് പ്രശ്നങ്ങൾ പരിഹരിക്കുമോ? എന്താ ഒന്നും മിണ്ടാത്തത് നിങ്ങൾ? ഒരു ദൈവത്തിനും ഒരാളുടെ പ്രശ്നവും പരിഹരിക്കാൻ സാധ്യമല്ല. എന്തുകൊണ്ട് സാധ്യമല്ല? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓരോ മനസ്സും വ്യത്യസ്തമാണ്, സ്വതന്ത്രമാണ്. നമുക്ക് ഓരോരുത്തർക്കും തീരുമാനിക്കാനുള്ള ശേഷിയും കഴിവുമുണ്ട്. എൻ്റെ മനസ്സ് എന്ത് ചിന്തിക്കണം, എന്ത് ചിന്തിക്കരുത്. നമുക്ക് ആ സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. നമ്മുടെ അഹങ്കാരം അത്ര സ്വതന്ത്രമാണ്. ആണോ? സ്വതന്ത്രമായ ഒരു അഹങ്കാരം ഉണ്ടായാൽ, ശ്രദ്ധിക്കണം നിങ്ങൾ, സ്വതന്ത്രമായൊരു ചിന്താഗതികൾ ഉണ്ടെങ്കിൽ ആ സ്വതന്ത്രമായ ചിന്താഗതിയുള്ളവർക്ക് ചിന്തിക്കുന്നതിലും സ്വാതന്ത്ര്യമുണ്ട്. അവരവരവർ തന്നെ തീരുമാനിക്കണം. അതുകൊണ്ടാണ് നമ്മൾ ചെറുപ്പകാലം മുതൽ പറയാറ്, അവനവന് നന്നാവണമെന്ന് ആർക്ക് തോന്നണം? അച്ഛൻ പ്രാർത്ഥിച്ചാൽ, അമ്മ പ്രാർത്ഥിച്ചാൽ കുട്ടികൾക്ക് ബുദ്ധി കൂടുമോ? വിദ്യാഭ്യാസം കൂടുമോ? അച്ഛൻ വായിച്ചു കഴിഞ്ഞാൽ അതാണല്ലോ ഇപ്പൊ സംഭവിക്കുന്ന വീടുകളിലൊക്കെ. ഹോംവർക്കൊക്കെ അമ്മമാരാണല്ലോ ചെയ്യുന്നത്. അമ്മമാര് ഹോംവർക്ക് ചെയ്താൽ കുട്ടിയുടെ ബുദ്ധി കൂടുമോ? നിങ്ങൾ ചിന്തിക്കും. നമ്മൾ ഹിന്ദുക്കളെ മാറേണ്ടതുണ്ട്. കാരണം നമ്മളാണ് വഴിതെറ്റിക്കുന്നത് കുട്ടികളെ. കാരണം എനിക്ക് നിങ്ങളോട് കൈ കൂപ്പി അപേക്ഷിക്കാനുള്ള ചില കാര്യങ്ങൾ പറയാനുള്ളത്. ദേവിയാരിച്ച് ഈ വെക്കേഷനാണ് വരാൻ പോകുന്നത്. ഈ കുട്ടികളെ നിങ്ങൾ വെറുതെ വിടരുത്. കുറച്ച് അവരെ ഒരു ആത്മീയ ബോധത്തിലേക്ക് വളർത്തണം. കാരണം നാളെ വലിയ ലോകത്തിലേക്കാണ് അവരിറങ്ങി ചെല്ലുന്നത്. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ അവര് മൊബൈലിലും അല്ലെങ്കിൽ നിങ്ങൾ ട്യൂഷനും പറഞ്ഞയക്കും. കുറെ അക്കാഡമിക് എഡ്യൂക്കേഷൻ മാത്രം പോരാ. കുട്ടികളുടെ ജീവിതത്തിൽ
മനസ്സിന് മനോബലമുണ്ടാക്കുന്ന, മനഃശക്തി ഉണ്ടാക്കുന്ന കാര്യങ്ങളെ നമുക്ക് പരിശീലിപ്പിക്കേണ്ടതുണ്ട്. ഹിന്ദുമതം അതാണ് പഠിപ്പിക്കുന്നത്. ഹിന്ദുമതം ആ ഒരു തലത്തിലേക്കാണ് മനുഷ്യനെ ഉയർത്തുന്നത്. അപ്പൊ നമ്മുടെ ചോദ്യം ഇതാണ്, ഈ മനസ്സിനെ എങ്ങനെയാണ് നമ്മൾ തിരിച്ചുവിടേണ്ടത്? അത് മനസ്സിലാക്കണം. നിരന്തരമായ പരിവർത്തനം കൊണ്ടേ മനസ്സിന് ശക്തി ഉണ്ടാവുള്ളൂ. ഒരു ദിവസം അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചതുകൊണ്ട്, 2 ദിവസം പ്രാർത്ഥിച്ചുകൊണ്ട് മനസ്സിന് പരിണാമം ഉണ്ടാവില്ല. പ്രാർത്ഥന എന്ന് പറയുന്നത് തന്നെ കേണപേക്ഷിക്കുന്നതല്ല, നിരന്തരമായ ചില ഉപാസനകളാണ്. അതുകൊണ്ട് നമ്മളൊരു അമ്പലത്തിൽ പോകുമ്പോൾ എന്ത് വേണം? കുട്ടികളെ കൊണ്ട് നിങ്ങൾ ഒരു 108 തവണയെങ്കിലും നാമം ജപിപ്പിക്കാൻ പരിശീലിപ്പിക്കണം. എത്ര കണ്ട് നമ്മൾ നാമം ജപിക്കുന്നുണ്ടോ നിങ്ങൾക്ക് അതിന്റെ സയൻസ് മനസ്സിലാവും. നാമം ജപിക്കുന്നുണ്ടോ, ശ്രദ്ധ നാമത്തിലേക്ക് തിരിയുന്നുണ്ടോ, മനസ്സ് നാമം എന്ന ഈ ചിന്തയിലേക്ക് തിരിയും തോറും ആ നാമത്തിൽ നിന്ന് കിട്ടുന്ന ഒരു ഊർജം മനസ്സിലേക്ക് വന്ന് 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 ക്രമേണ 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 നമ്മൾ പണ്ട് കാലത്ത് മലയാളത്തിലൊരു പറയാറുണ്ട്, കവിതയിൽ പറയാറുണ്ട്, മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടൊരു സൗരഭ്യം എന്ന് പറഞ്ഞ പോലെ ഈ നാമജപത്തിലേക്ക് ശ്രദ്ധ തിരിയുമ്പോൾ, നിരന്തരമായൊരു നാമോപാസന ചെയ്യുമ്പോൾ അതിൽ നിന്നൊരു ശക്തി മനസ്സിലേക്ക് വന്ന് വന്ന് മനസ്സിന് രൂപാന്തരം വരുമോ ഇല്ലയോ? വരുമോ ഇല്ലയോ? ഇത് നമ്മൾ കുട്ടികളെ കൊണ്ട് പരിശീലിപ്പിക്കണ്ടേ? അതുകൊണ്ട് ഈ വെക്കേഷനിൽ 2 പ്രതിജ്ഞകൾ നിങ്ങൾ ചെയ്യണം. 2 കാര്യങ്ങൾ, വേറൊന്നും ചെയ്യണ്ട. ഒന്നാമത്തെ പ്രതിജ്ഞ എന്ന് പറയുന്നത്, നമ്മുടെ കുട്ടികളെ വിഷ്ണു സഹസ്രനാമവും ലളിതാ സഹസ്രനാമവും ചൊല്ലിപ്പഠിപ്പിക്കുക. ഏറ്റെടുക്കൂ നിങ്ങൾ? ആദ്യം നമുക്കറിയണ്ടേ വിഷ്ണു സഹസ്രനാമവും ലളിതാസ. എത്ര പേർക്ക് അറിയുന്നവരുണ്ട് ഇവിടെ ഇരിക്കുന്നവർക്ക്? കുറേ പേർക്ക് അറിയാം. ബാക്കിയുള്ളവരൊക്കെ ശീലിക്കണം. രാവിലെ എണീറ്റാൽ എന്ത് വേണം? ഉറക്കെ പറയൂ. നിങ്ങൾ ചൊല്ലി നോക്കൂ. നിങ്ങൾ ഇത് മനസ്സിലാക്കിക്കൊണ്ട് ചൊല്ലൂ. നാമത്തിലേക്ക് ശ്രദ്ധ തിരിയും തോറും മനസ്സ് നാമവുമായിട്ടുള്ള ആ ബന്ധം കൊണ്ട് അതിൽ നിന്നെടുക്കുന്ന ഊർജം, ഇപ്പൊ നോക്കൂ, വെളിച്ചം എൻ്റെ മുഖത്തേക്ക് തട്ടുമ്പോൾ എൻ്റെ ശരീരത്തിൽ ആ വെളിച്ചം, ആ പ്രഭ കാണുന്നു, അതിന്റെ റിഫ്ലക്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പോലെ നമ്മുടെ മനസ്സ് നാമത്തിലേക്ക് തിരിയുമ്പോൾ ആ നാമശക്തി മനസ്സിലേക്ക് വരും തോറും മനസ്സിന് പരിവർത്തനം ക്രമേണ 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 സംഭവിക്കും. വേണോ വേണ്ടയോ? വേണോ വേണ്ടയോ? അപ്പൊ അങ്ങനെ രാവിലെ വിഷ്ണു സഹസ്രനാമവും വൈകുന്നേരം ഇതെന്തിനാ ഈ 2 നേരം 2 കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്? രാവിലെ എന്ന് പറയുന്നത് ശ്രദ്ധിക്കണം, നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. നിങ്ങൾ കണ്ടില്ലേ, പൂക്കളൊക്കെ വിടരുന്ന സമയമാണ് രാവിലെ, അല്ലേ? മുട്ടുകളൊക്കെ വിടരുന്ന സമയമാണ്. പ്രകൃതിയുടെ ഓരോ സെല്ലുകളും എക്സ്പാൻഡ് ചെയ്യുന്ന, വികസിക്കുന്ന സമയമാണ് രാവിലത്തെ സമയം. ആണോ? ഈ സമയത്ത് നമ്മുടെ ബുദ്ധിയും നമ്മുടെ മനസ്സും വികസിക്കണമെങ്കിൽ അതിനെ ഇപ്പൊ സൂര്യന്റെ കിരണത്തിലേക്ക് അവരുടെ ആ ഒരു കിരണം തട്ടുമ്പോഴാണ് ഈ പൂക്കൾ അല്ലെങ്കിൽ മൊട്ടുകളൊക്കെ വിടരുന്നെങ്കിൽ മന്ത്രത്തിലേക്ക് ശ്രദ്ധ തിരിക്കുന്ന മനസ്സ്, അതിനും ഒരു വികാസം ഉണ്ടാവില്ലേ? മനസ്സിലായില്ലേ നിങ്ങൾക്ക്? നിങ്ങളൊരു പൂവിന്റെ ചുറ്റും റബ്ബർ ബാൻഡ് ഇട്ട് വയ്ക്കുക. മുട്ടിന് ഒരു ചെമ്പരത്തി പൂവിന്റെ മുട്ടിന് നിങ്ങൾ റബ്ബർ ബാൻഡ് ഇട്ട് വയ്ക്കുക. രാവിലെ വിടരുമോ? വിടരുമോ? ഇതുപോലെ നമ്മുടെ കുട്ടികൾ രാവിലെ കിടന്നുറങ്ങി ശീലിച്ചു കഴിഞ്ഞാൽ അവരുടെ മനസ്സിനും ബുദ്ധിക്കും വികാസം ഉണ്ടാവുമോ? പറയൂ. ഇപ്പൊ രാവിലെ തന്നെ കുട്ടികളെ കൊണ്ട് നമ്മൾ പരിശീലിപ്പിക്കണം. അതിനാദ്യം മുതിർന്നവർ ചൊല്ലി ശീലിക്കണം. അപ്പൊ അവരുടെ മനസ്സ് വിടരാൻ തുടങ്ങും, മനസ്സ് വികസിക്കാൻ തുടങ്ങും. മനസ്സിലാവുണ്ടല്ലോ? ഇതേപോലെ വൈകുന്നേരം സൂര്യൻ അസ്തമിക്കുകയാണ്. സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് എല്ലാം കൂമ്പി അടയുകയാണ്, കൂടിച്ചേരുകയാണ്. ഈ സമയത്ത് ലളിതാ സഹസ്രനാമം തുടങ്ങിയിട്ടുള്ള മന്ത്രങ്ങൾ ചൊല്ലുന്ന സമയത്ത് അന്ന് മനസ്സ് കൂട്ടിച്ചേർത്ത് അല്ലെങ്കിൽ അക്യുമുലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ മനസ്സിൽ അങ്ങനെ നിറഞ്ഞിരിക്കുന്ന വേണ്ടാത്ത ചിന്തകളെയൊക്കെ നമുക്ക് തുടച്ചു മാറ്റാൻ ഇത്തരത്തിലുള്ള നാമസങ്കീർത്തനം കൊണ്ട് സാധിക്കും. മനുഷ്യന്റെ മനസ്സിന്റെ പ്രശ്നം എന്താ അറിയോ? അതിങ്ങനെ കുമിച്ചു കൂട്ടുന്ന ചിന്തകളൊക്കെ ഒരു പ്രായമായാൽ നമുക്ക് വലിയ ഭാരവും ബാധ്യതയും ഉണ്ടാക്കുമോ? തലയിൽ നിന്ന് ബാക്കിയെല്ലാം ഇറക്കി വെക്കാം. ചിന്തകളെ മാറ്റാൻ ഇതുവരെ മരുന്ന് കണ്ടുപിടിച്ചില്ല. കണ്ടുപിടിച്ചിട്ടുണ്ടോ? മനുഷ്യന് ഉറക്കമില്ലായ്മ കൂടി വരുന്നു, മനുഷ്യന് സ്വസ്ഥതയില്ലായ്മ കൂടി വരുന്നു. കാരണം മനസ്സിൽ അത്രമാത്രം ചിന്തകൾ കുമിഞ്ഞു 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 കൂടിക്കിടക്കുകയാണ്. എനിക്ക് ചോദ്യം ഇതാണ് നിങ്ങളോട്, മനസ്സിൽ ഈ ചിന്തകൾ കുമിഞ്ഞു കൂടുന്തോറും മനുഷ്യൻ ഊർജമുള്ളവനാകുമോ തളർന്നവനാകുമോ?
മനസ്സിൽ ഭാരം കൂടുന്തോറും മനസ്സിന് ശക്തി കൂടുമോ, മനസ്സിന് ശക്തി കുറയുമോ? പറയൂ നിങ്ങൾ. കൊച്ചുകുട്ടികൾ എന്താ ഊർജത്തോടുകൂടി ഉത്സാഹത്തോടുകൂടി നടക്കുന്നത്? കാരണം അവരുടെ മനസ്സിലെ ചിന്തകൾ വളരെ കുറവാണ്. അപ്പൊ ഈ ചിന്തകൾ എങ്ങനെ മാറ്റാൻ സാധിക്കും? ലോകത്തിൽ ഫിസിക്സ് നല്ലവണ്ണം മനസ്സിലാക്കിയ ഭാരത ഋഷിവര്യന്മാരാണ്. ഇന്ന് ഐൻസ്റ്റീനിയൻ ഫിസിക്സ് നമ്മളെ പഠിപ്പിക്കുന്നു, യു കാൺ ഡിസ്ട്രോയ് എനർജി എന്ന്. യു കാൺ ക്രിയേറ്റ് എനർജി ആൻഡ് കാൺ ഡിസ്ട്രോയ് എനർജി. ഒരുപക്ഷെ ഭാരതത്തിലെ ഋഷിവര്യന്മാര് 5000 വർഷം മുമ്പ് പറഞ്ഞു വെച്ചിരിക്കുകയാണ്, യു കനോട്ട് ഡിസ്ട്രോയ് എനർജി. നിങ്ങൾ നോക്കൂ, ഗീതയിലെടുത്ത് നോക്കാൻ കാണാം, അച്ഛേദ്യോയമദാഖ്യോയം അക്ലേദ്യോ ശോഷ്യയേവച നിത്യ സർവകദസ്താണു അജലോയം സനാതന. ഈ ശ്ലോകങ്ങൾക്ക് എടുത്തു നോക്ക് നിങ്ങൾ. 5000 വർഷം മുമ്പ് പറഞ്ഞാണ് അച്ഛേദ്യോയം, ഛേദിക്കാൻ പറ്റില്ല. അക്ലേദ്യം, നിങ്ങൾക്ക് ചീഞ്ഞളിയിപ്പിച്ച് നശിപ്പിക്കാൻ പറ്റില്ല. അശോഷ്യം, ശോഷിപ്പിക്കാൻ സാധ്യല്ല. കാരണം ഊർജത്തെ നിങ്ങൾക്ക് ഒരു വിധത്തിലും നശിപ്പിക്കാൻ. കമോൺ, ഐൻസ്റ്റീൻ അതന്നെയാ പറഞ്ഞത്, നീദർ എനർജി ക്യാൻ ബി ക്രിയേറ്റഡ് നോർ ഇറ്റ് ക്യാൻ ബി ഡിസ്ട്രോയ്ഡ്. ഇത് ഭാരതത്തിലെ ഋഷിവര്യന്മാര് പറയുന്നു, ഇതിനെ നശിപ്പിക്കാൻ ഒരു കാരണവശാലും സാധ്യല്ല. പക്ഷേ നിങ്ങൾ നോക്കൂ, കൃഷ്ണൻ പറയുന്നത് ഓരോ വ്യക്തികളുണ്ടല്ലോ, അതാണ് നമുക്ക് വളരെ ശ്രദ്ധിക്കാനുള്ളത്. പല കുട്ടികളും അമ്മമാര് ശ്രദ്ധിക്കുക, പലതരത്തിലുള്ള മാനസികമായ വിഷമങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിച്ചു കൂട്ടി ചരട് കെട്ടി പോവരുത് കുട്ടികളെ. ഇതൊക്കെ നിങ്ങൾ ഒരു ഭാഗ്യമായി ചെയ്തോളൂ. പക്ഷെ ആ കുട്ടികളുടെ മനസ്സിനെ പരിവർത്തനം വരുത്തണം. കൃഷ്ണൻ പറയാണ്, ഈ മനസ്സിനെ നിങ്ങൾക്ക് നശിപ്പിക്കാൻ സാധ്യമില്ലെങ്കിലും മനസ്സിനെ നിങ്ങൾക്ക് പരിവർത്തനം വരുത്താം. എന്താണ് പരിവർത്തനം വരുത്താം? നിങ്ങൾ ഭഗവത്ഗീതയിലെ 14-ാം അധ്യായത്തിൽ 20-ാം ശ്ലോകം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഭഗവാൻ പറയും, ഈ ദേഹിയെ ഗുണാനേതാനദിത്യത്രീൻ ദേഹി ദേഹ സമുദ്ഭവാൻ. ഗുണാൻ ഏതാൻ അദിത്യ. അദിത്യ പറഞ്ഞാൽ ട്രാൻസെൻഡ് ചെയ്യുക, മറികടക്കാൻ സാധിക്കുക. അപ്പോ ഏത് വ്യക്തിയെയും, കഴിവില്ലാത്ത വ്യക്തികളെയും നമുക്ക് ഉറക്കെ പറയൂ, കഴിവുള്ളവരാക്കാം. വളരെ ഡള്ളായി ഒരു തളർന്നിരിക്കുന്നവരെയും ഊർജമുള്ളവരാക്കാം. അപ്പൊ ഓരോ വ്യക്തിയും എങ്ങനെയായി തീരണം എന്ന് നിശ്ചയിക്കുന്നത് അവരുടെ മനസ്സിൽ കൂടിക്കിടക്കുന്ന ചിന്തകളാണ്, അല്ലേ? ആണോ അല്ലയോ? ആ ചിന്തകളെ നമുക്ക് പരിവർത്തനം വരുത്തിയെടുക്കാൻ സാധിക്കും. ആ പരിവർത്തനം വരുത്തിയെടുക്കണമെങ്കിൽ നല്ല ചിന്തകളുമായി ആ മനസ്സിനെ ചേർക്കണം. ഒന്നിനോട് ചേർക്കുമ്പോഴാണ്, ഒരു ശക്തി കിട്ടുമ്പോഴാണ് വേറെ ശക്തിയിൽ നമ്മൾ പുറത്തു വരുന്നത്. സൂര്യൻ ഉദിക്കുമ്പോഴാണ് ഇരുട്ട് മാറുന്നത്. സൂര്യൻ ഉദിക്കാത്തോടത്തോളം കാലം, വെളിച്ചം വരാത്തോടത്തോളം കാലം ഇരുട്ടിനെ മാറ്റാൻ നമുക്ക് സാധ്യമല്ല. പറ്റുമോ? ഉള്ളിലുള്ള ഇരുട്ട് മാറ്റണമെങ്കിൽ, ഉള്ളിലുള്ള അന്ധകാരം മാറ്റണമെങ്കിൽ, ഉള്ളിലുള്ള ദുർബലത മാറ്റണമെങ്കിൽ ഉള്ളിലേക്കൊരു എനർജി വരണ്ടേ? വേണോ വേണ്ടയോ? ഉറക്കെ പറയൂ നിങ്ങള്. അപ്പൊ നമ്മൾ വിഷ്ണു സഹസ്രനാമം ചൊല്ലണോ? വേണോ? ലളിതാ സഹസ്രനാമം ചൊല്ലണോ? കുട്ടികളെ കൊണ്ട് ചൊല്ലിച്ചു നോക്കൂ. നമ്മൾ തെളിയിക്കണം. ഈ ലോകത്തിൽ ഹിന്ദു തെളിയിക്കേണ്ട 2 കാര്യമുണ്ട്. ഒന്നാമത്തെ കാര്യം, മനുഷ്യന്റെ ബുദ്ധിയുടെ, അത് ഈ ലോകത്തിൽ നിന്ന് കണ്ടുപിടിക്കുക ബുദ്ധിയുടെ കഴിവ്, അതിനാണ് നമുക്ക് സയൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് പോയിരിക്കുന്നത്, അല്ലേ? ആണോ? ആ തരത്തിൽ നമ്മുടെ കുട്ടികൾ കണ്ടെത്തേണ്ടതുണ്ട് പലതും. ലോകത്തിന്റെ ഔന്നത്യത്തിലെത്തണം ബുദ്ധിയുണ്ട്. അതേസമയം ലോകം ഒരു വശത്ത് ബുദ്ധിപരമായി വളരുമ്പോഴും മാനസികമായിട്ടുള്ളൊരു വളർച്ച കൂടി വേണം. ആ മാനസിക വളർച്ചയാണ് സഹവർത്തിത്വത്തിന്റെ, സഹകരണത്തിന്റെ, സമർപ്പണത്തിന്റെ, സമബുദ്ധിയുടെ വളർച്ച. ഇന്ന് അമേരിക്ക പോലുള്ള രാജ്യങ്ങളുണ്ടല്ലോ, വികസിത രാജ്യങ്ങൾ. നിങ്ങൾ കേൾക്കണം ശരിക്കും. അമേരിക്ക പോലുള്ള വികസിത രാജ്യങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ കാണുന്നുണ്ടാവില്ല. ഞാൻ യാത്ര ചെയ്യുന്ന ആളാണ്. അവിടെ ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ പലരും ഉപയോഗിക്കുന്ന ആപ്പിൾ വാച്ചുകൾ പോലുള്ള വാച്ചുകൾ അവിടെ നിന്നാണ് വരുന്നത്. ഇതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന പല ടെക്നോളജിയും ഇന്ന് അതിന്റെ പാറ്റന്റ് നമ്മൾ അമേരിക്കയ്ക്കാണ് കൊടുക്കുന്നത്. നിങ്ങൾ ഉപയോഗിക്കുന്ന മൊബൈലിന്റെ പല ടെക്നോളജിയും അവരുടെയാണ്. നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈലിന്റെ ഒരുപാട് പാർട്സുകൾ ചൈനയുടെയാണ്. അവരൊക്കെ ടെക്നോളജിക്കലി ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ മെന്റലി, മാനസികമായി അവർ വളരെ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭാരതം മാനസികമായി ഉയർന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ആത്മീയത എന്ന് പറയുന്നത്, ഭാരതത്തിന്റെ ഹിന്ദുമതം എന്ന് പറയുന്നത് മനസ്സിനെ ഉണർത്തുന്ന, മനസ്സിനെ ഉയർത്തുന്ന, മനസ്സിനെ സമചിത്തമാക്കുന്ന, മനസ്സിനെ മറ്റുള്ളവരെ പോലും കൈപിടിച്ചുയർത്തുന്ന ശക്തിയുടെ സ്വരൂപമാണ് ഭാരതത്തിന്റെ ആത്മീയത. മനസ്സിലാവുണ്ടല്ലോ? അന്ധമായി തൊഴുതു പോകുന്നതല്ല. എന്തിനാണ് അയോധ്യയിൽ രാമക്ഷേത്രം പണിതിരിക്കുന്നത്?
അതിപ്പോ വലിയ വിവാദങ്ങളായി കേരളത്തിൽ കൊണ്ടു നടക്കുന്നവരുണ്ട്. പക്ഷെ നിങ്ങൾക്ക് വ്യക്തമായ ഉത്തരം ഉണ്ടാവണം. എന്തിനാണ് നമുക്ക് അയോധ്യയിൽ രാമക്ഷേത്രം? ഇതിന് ഉത്തരം എന്താണ്? രാമൻ എന്ന വാക്കിന്റെ അർത്ഥം നമ്മൾ പഠിക്കണം. വെറുതെ നമ്മൾ രാമ രാമ പറഞ്ഞാൽ പോരാ. ഇപ്പൊ നമുക്ക് മുന്നിൽ കാണിച്ചു വെച്ചിരിക്കുന്ന ചിത്രം രാമന്റെ ഒരു വിഗ്രഹം മാത്രമാണ്. പക്ഷെ രാമൻ എന്ന ശബ്ദത്തിനർത്ഥം രമതി. ഒന്ന് പറയൂ എല്ലാവരും. രമിക്കുക. നമ്മൾ പറയാറുണ്ടല്ലോ വാക്ക്, അവൻ അതിൽ രമിച്ചിരിക്കുകയാണെന്ന് പറയാറുണ്ട്. ഉണ്ടോ? രമിക്കുന്നത് മനസ്സുകൊണ്ടല്ലേ? ആണോ അല്ലയോ? മനസ്സുകൊണ്ടല്ലേ? അപ്പൊ മനസ്സുമായി ബന്ധപ്പെട്ട പേരാണ് രാമൻ. നമുക്ക് മറ്റൊരു രാമനാവേണ്ടതുണ്ട്. നമ്മളിപ്പോ പലതിലും രമിച്ചിരിക്കുന്നവരാണ്. അവളെ കണ്ട് രമിച്ചിരിക്കുന്നവരാണെന്ന് ചെറുപ്പക്കാരെ കുറ്റം പറയും ചില അമ്മമാർ. അവളിൽ രമിച്ചിരിക്കുകയാണ്. പണ്ടൊക്കെ പറയാം അവൻ ശാപ്പാട്ട് രാമനാണെന്ന്. പണ്ടൊക്കെ ശാപ്പാട്ട് രാമന്മാരായി, പിന്നെയാണ് സീരിയൽ രാമന്മാര് വന്നത്. ആണോ? എന്നാൽ ഇവിടെ നമ്മൾ ഒന്നിലും ഒരു കാര്യത്തിലൂടെ രമിക്കേണ്ടതുണ്ട്. അതിന്റെ പേരാണ് ആത്മാരാമൻ. ആരാണ്? അവനവനിൽ രമിക്കുക. അവനവന്റെ മനസ്സിന്റെ നല്ലത് ചെയ്യുന്നതിൽ രമിക്കുക. ഒരു സഹവർത്തിത്വത്തിൽ രമിക്കുക. അതുപോലെ തന്നെ നന്മ ചെയ്യുന്നതിൽ രമിക്കുക. അങ്ങനെ രമിക്കാലോ? ഉണ്ടോ? ഒരു സമചിത്തതയിൽ രമിക്കുക. വേണോ വേണ്ടയോ? അതൊക്കെ സാധിക്കണമെങ്കിൽ, മനസ്സ് വികസിക്കണമെങ്കിൽ അവന് ആത്മീയമായ കാര്യത്തിൽ, സാധനകളിൽ, ഉപാസനകളിൽ, നാമജപങ്ങളിൽ രമിക്കാൻ സാധിക്കണം. ഇതിനാണ് രാവിലെ അച്ഛനും അമ്മയും കുട്ടികളെ അമ്പലത്തിൽ കൊണ്ടുപോയി വെറുതെ നിങ്ങൾ തൊഴിപ്പിച്ച് കൊണ്ടുപോകരുത്. കുറച്ചു നേരം ഒരു 108 തവണയെങ്കിലും അവരെ കൊണ്ട് നാമം ജപിപ്പിച്ച് ക്രമേണ അവരുടെ മനസ്സ് നാമത്തിൽ രമിക്കുമ്പോൾ അവരുടെ മനസ്സിന് ഊർജശക്തി പറയൂ കൂടി വരുമ്പോൾ ബുദ്ധിപരമായും വികസിക്കും, മാനസികമായും വികസിക്കും. ഒരു മനുഷ്യന്റെ സമ്പൂർണ്ണ വികാസം എന്ന് പറയുന്നത് ബുദ്ധിപരമായ വികാസത്തോടൊപ്പം മാനസിക. ഇപ്പൊ നമ്മുടെ അവസ്ഥ എന്താണെന്നറിയോ? ഒരു മനുഷ്യന്റെ ഒരു അവസ്ഥ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ കണ്ടു കാണും, മന്ത് കാലം എന്നുള്ളൊരു കാലുണ്ടല്ലോ, ഇല്ലേ? കാലിന് മന്ത് പിടിച്ചാൽ, ഒരു കാലില് മന്ത് എന്ന് വിചാരിക്കുക, ഒരു കാലില് പോളിയോ ബാധിച്ചാൽ ആ മനുഷ്യൻ എങ്ങനെ നടക്കുക? മനസ്സിലായില്ല? ഒരു കാല് മന്ത് കാലം, മറ്റൊരു കാല് പോളിയോ ബാധിച്ച കാലുമാണെങ്കിൽ എങ്ങനെയാ നടക്കുക? എന്തോന്നും മിണ്ടാത്തത് നിങ്ങള്? നടക്കാൻ പറ്റുമോ? നടക്കാൻ പറ്റില്ല. ബുദ്ധിപരമായി കുറെ പഠിച്ചു വെച്ചു. നോക്കൂ നിങ്ങൾ, നമ്മുടെ കുട്ടികളൊക്കെ ഇരുന്നായി അവര് കമ്പ്യൂട്ടറിന്റെ മുന്നിലിരിക്കുന്നു, അവർ പണം ഒരുപാട് സമ്പാദിക്കുന്നു. ഒരുപക്ഷെ മന്ദകാല് പിടിച്ച പോലെയാണത്. എന്നാൽ മാനസികമായി ഈ പക്വതയും ഒക്കെ ഉള്ളവര് കുറവാണോ കൂടുതലാണോ? ഉറക്കെ പറയൂ നിങ്ങൾ. ഇത് ഒരു കാലം മന്ദും ഒരു കാലം പോളിയോ ബാധിച്ചതുപോലെയാണോ? നിങ്ങളിത് ഇപ്പം മിണ്ടണില്ല. ഉണ്ടോ ഇല്ലയോ? എത്ര പേരുടെ വീട്ടിലുണ്ട് അങ്ങനെയുള്ളവര്? കൈ പൊക്കട്ട. ഒക്കെ ഒരുവിധം അങ്ങനെയാണ്. നമ്മളിപ്പോ കുട്ടികളെ എങ്ങനെയാണോ വാർത്തെടുക്കുന്നത്, അങ്ങനെയാണോ വാർത്തെടുക്കുന്നത്? കുറെ ബുദ്ധിപരമായ അറിവുണ്ട്, കഴിവുകളുണ്ട്, പലതുമുണ്ട്. പക്ഷെ മാനസികമായ വികാസം ഇല്ല. അവിടെയാണ് നമുക്കിത് രണ്ടും കൂടി സമന്വയിപ്പിക്കേണ്ടത്, ആരോഗ്യമുള്ളതാക്കി തീർക്കേണ്ടത്. അതിന് മനസ്സിലേക്ക് ശക്തി കൊണ്ടുവരേണ്ടതുണ്ട്. നമ്മുടെ ആത്മീയത അതാണ്. ഒരു ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഒരു പരിവർത്തനം ഉണ്ടാവും. ഈ പരിവർത്തനത്തിന്റെ ചിത്രമാണ് സത്യത്തിൽ ദശാവതാരം. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഈ ക്ഷേത്രത്തിൽ വന്ന് ദശാവതാരം കാണുമ്പോൾ നിങ്ങൾ എത്ര പേര് ഈ ദശാവതാരത്തെ ശരിക്കും ഉൾക്കൊണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. നമ്മളെ സംബന്ധിച്ച് ഒരു വിഗ്രഹത്തിന്റെ മുകളിൽ ചന്ദന ചാർത്തുന്നതാണ് ദശാവതാരം. എന്നാൽ അതിൽ നിന്ന് ഒരു പടി നിങ്ങൾ ഉയരണം. എന്തിനാണ് ഈ ദശാവതാരം നമ്മുടെ പൂർവികന്മാർ നമുക്ക് തന്നിട്ടുള്ളത്? ഇതര മതങ്ങളിലേക്കൊക്കെ നോക്കുമ്പോൾ അവർക്കൊക്കെ ഒരു ക്രിസ്തുവിലും ഒരു മുഹമ്മദിലും ഒതുങ്ങി നിൽക്കുകയാണ് അവരുടെ പ്രവാചകനോ അല്ലെങ്കിൽ അവരുടെ ദൈവപുത്രനോ. ആണോ? നമുക്കാണെങ്കിൽ സത്യം പറഞ്ഞ ദശാവതാരമൊന്നും അല്ല. ഭാഗവതത്തിൽ പറയുന്നത് അവതാരാഹി അസംഖ്യേയാണ്. അവതാരങ്ങൾ അസംഖ്യമാണ്. നിങ്ങൾ ഭാഗവത സപ്താഹം ഇവിടെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. കപിലാവതാരം എന്നൊരു അവതാരമുണ്ട്, അത് ദശാവതാരത്തിൽ വന്നിട്ടില്ല. ഉണ്ടോ? ഋഷഭാവതാരം എന്നൊരു അവതാരമുണ്ട്, വന്നിട്ടില്ല. വന്നിട്ടുണ്ടോ? പറയൂ. മോഹിനിയായിട്ട് ഭഗവാൻ അവതരിച്ചു എന്നുണ്ട്, വന്നിട്ടുണ്ടോ? പൃഥുവായി ഭഗവാൻ അവതരിച്ചു എന്നുണ്ട് ഭാഗവത്തിൽ, ഉണ്ടോ? ഇവിടെ വന്നിട്ടുണ്ടോ? അങ്ങനെ അവതാരങ്ങൾ അസംഖ്യമാണ്. നമ്മൾ അവതാരാണോ? പറയാറുണ്ട് സ്വാമി പലരും, അത് അവതരിച്ചിരിക്കുന്നു എന്നുള്ളത്. എപ്പോഴെങ്കിലുമൊക്കെ വീട്ടിൽ വരുന്ന ആളുകളെ കുറിച്ച് പറയുന്നൊരു വാക്കാണ് എന്ത്? കുറെ കാലത്തിന് ശേഷം ഇപ്പോഴാണ് അവതരിച്ചിരിക്കുന്നത് എന്ന്. അല്ലേ? അങ്ങനെയാണോ?
കല്യാണം കഴിഞ്ഞ് പുതിയൊരു മരുമകൾ വീട്ടിൽ വന്നു. അവള് വളരെ വൈകി എണീറ്റിട്ട് വരുന്ന ഒരാളാണ്. അത് മുകളിലത്തെ നിലയിലാണ് താമസിക്കുന്നത്. താഴോട്ട് നിലയ്ക്ക് ഇറങ്ങി വരുമ്പോൾ അമ്മായിയമ്മ പറയുന്ന വാക്കാണ് എന്ത്? ഓ, അവൾ അവതരിച്ചു എന്ന്. ഈ തരത്തിലൊക്കെ നമ്മൾ പരിഹാസ രൂപത്തിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഏത്? അവതാരം എന്നുള്ളത്. എന്നാൽ എന്താണ് അവതാരം? ഹിന്ദുക്കൾക്കത് വേണ്ട പോലെ മനസ്സിലാവാത്തോണ്ടാണെന്ന് അമേരിക്കക്കാരൻ അവതാർ എന്നുള്ള മൂവി വരെ ഇറക്കിയിരിക്കുന്നത്. ഇപ്പൊ നമ്മുടെ കൊച്ചുകുട്ടികൾ എന്താ വിചാരിക്കണത് അറിയോ? അവതാരങ്ങൾ എന്ന് പറഞ്ഞാൽ വല്ല സൂപ്പർമാൻ പവറുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ്, വെള്ളത്തിൽ കളിക്കുന്നതും അതുപോലെ ഇപ്പോഴത്തെ അവതാര മൂവിയുടെ സ്വഭാവം നോക്കും നിങ്ങൾ. ഇതൊക്കെയാണ് ഇപ്പൊ നമ്മൾ അവതാരമായിട്ട് എടുത്തിരിക്കുന്നത്. വല്ലാത്തൊരു മൂക്കും വല്ലാത്തൊരു കണ്ണും പറക്കുന്ന സാധനവും പറക്കുന്നൊരു സാധനത്തിന്റെ മുകളിൽ ഇരുന്നു കൊണ്ട് അഭ്യാസം ചെയ്യുന്ന എന്തോ ചില അല്ലേ, ഈ തരത്തിലുള്ള ഒരു കാര്യങ്ങളാണ് കുട്ടികളുടെ മുന്നിലുള്ള അവതാരം എന്ന് പറയുന്നത്. എന്താണ് അവതാരം? അവതാരം എന്ന് പറയുന്നത് അവതരിക്കുക, അവതരിക്കുക. അവതാരം ഒരു പൂർണ്ണതയിൽ നിന്ന് പ്രകടമാവുന്ന ഒന്നിനെയാണ് എന്ന് പറയുക അവതാരം. മാനിഫെസ്റ്റേഷൻ എന്ന് പറയും ഇംഗ്ലീഷിൽ. മാനിഫെസ്റ്റ് ചെയ്യുക, അവതരിക്കുക, പ്രകടമാവുക. കുട്ടികളൊക്കെ ശ്രദ്ധിക്കുക. ഇവിടെ എന്ത് പ്രകടമാവുന്നുണ്ടോ, എന്ത് പ്രകടമാവണമെങ്കിലും അതിനെ പ്രകടമാക്കാൻ പിന്നിലൊരു ഊർജം വേണം. ഈ പ്രപഞ്ചം തന്നെ നേരത്തെ ഒരു ഇൻഫിനിറ്റ് എനർജി ആയിരുന്നു എന്നാണ് ഐൻസ്റ്റീനിയൻ ഫിസിക്സ് നമ്മളെ പഠിപ്പിക്കുന്നത്. ബിഗ് ബാങ് തിയറി പോലുള്ള തിയറികൾ നമ്മളെ പഠിപ്പിക്കുന്നത്. ഒരു ഊർജ സമ്പത്തിൽ നിന്നാണ് പ്രപഞ്ചം രൂപപ്പെട്ടത്. അതുകൊണ്ടാണ് ഇവിടെ എല്ലാം എനർജിയാണ് എന്നൊരു വാക്കുപയോഗിക്കുന്നത്, അല്ലെ? ആണോ അല്ലയോ? അപ്പൊ ഇവിടെ എല്ലാം പ്രകടമായത് അനന്തമായ ശക്തിയിൽ നിന്നാണെങ്കിൽ നാം ഈ ശക്തിയെ ബാഹ്യമായി മാത്രം കണ്ടു. ശക്തി പുറത്ത് മാത്രമല്ല, ശക്തി അകത്തുമുണ്ട്. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം തരണം. ഒരു പൂർണ്ണമായ ഊർജത്തിൽ നിന്നും എന്ത് പ്രകടമായിട്ടുണ്ടോ ആ പ്രകടമായതിൽ ആ ഊർജശക്തി, ആ പൂർണ്ണതയുടെ ഊർജശക്തി ഉണ്ടാകുമോ ഇല്ലയോ? ഉണ്ടാകുമോ ഇല്ലയോ? ഇപ്പൊ എല്ലാവരുടെ ഉള്ളിലും ഒരു പൂർണ്ണമായ ഊർജശക്തി ഉണ്ടാവണം. ഉണ്ടാവോ ഇല്ലയോ? ഉണ്ടാവണം. അതുകൊണ്ടാണ് ഋഷി എഴുതി വെച്ചത് പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണാത് പൂർണ്ണമുദശ്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യ. ആ പൂർണ്ണമായ ശക്തി നമ്മളിലുണ്ട്. പക്ഷെ ആ ശക്തിയിലേക്ക്, ആ പൂർണ്ണതയിലേക്ക് മനുഷ്യന് എത്തണമെങ്കിൽ മനുഷ്യൻ ആ പൂർണ്ണതയിലേക്ക് അടുക്കണം. പക്ഷെ ഇപ്പൊ നമ്മൾ അടുക്കുന്നത് എങ്ങോട്ടാ അറിയോ? ആ പൂർണ്ണതയിൽ നിന്നും നമ്മൾ അകന്ന് 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 പോകുന്നത് കൊണ്ടായിരിക്കാം നമ്മുടെ ശക്തി ചോർന്ന് ചോർന്ന് ദുർബലമായി നമ്മൾ പോകുന്നത്. അപ്പൊ ആ ശക്തി നമുക്ക് കിട്ടണമെങ്കിൽ, ചൂട് നമുക്ക് കിട്ടണമെങ്കിൽ ചൂടിനോട് അടുക്കണം. വേണോ? ഞാൻ ചൂടിൽ നിന്ന് അകലുമ്പോഴാണ് ചൂടിന്റെ ശക്തി എന്നിൽ നിന്ന് പോകുന്നെങ്കിൽ, ഒരാൾ തളരുന്നു എങ്കിൽ, ഒരാൾ മാനസികമായി താളം തെറ്റുന്നുവെങ്കിൽ അതിനർത്ഥം എന്താണ്? ആ ഊർജശക്തിയിൽ നിന്നും അവര് ഉറക്കെ പറയൂ, നിങ്ങള് അകന്നു പോകുന്നു എന്നല്ലേ അർത്ഥം? ആണോ? അപ്പൊ ഒരാളെ ഊർജമുള്ള ഒരാളാക്കി മാറ്റണമെങ്കിൽ വീണ്ടും എന്ത് ചെയ്യണം? ആ ശക്തിയിലേക്ക് അവരെ തിരിച്ചു കൊണ്ടുപോകണം. അപ്പോഴല്ലേ നമുക്ക് വെളിച്ചത്തോട് മുഖാമുഖം നിൽക്കുമ്പോഴല്ലേ ആ വെളിച്ച ശക്തി നമ്മുടെ മുഖത്ത് തട്ടുള്ളൂ. ആണോ? വെളിച്ചത്തിൽ നിന്ന് പിന്തിരിഞ്ഞാൽ ആ വെളിച്ചം നമ്മുടെ മുഖത്ത് തട്ടുമോ? ഇതുപോലെ ഒരാളെ വീണ്ടും ഊർജമുള്ള വ്യക്തിയാക്കുക, പൂർണ്ണരാക്കുക. ഈ പൂർണ്ണതയിലേക്കുള്ള പരിണാമത്തിന്റെ ഓരോ ഘട്ടങ്ങളാണ് ദശാവതാരം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഇവിടെ ദശാവതാര ചാർത്തിലൊക്കെ ഒരു കറക്ഷൻ ഇവിടുത്തെ സംഘാടകരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒന്നൊരു മാറ്റം വരുത്തേണ്ടതുണ്ട്. കാലഘട്ടത്തിനനുസരിച്ച് നമ്മൾ സയന്റിഫിക്കലി മാറ്റിയെടുക്കേണ്ടതുണ്ട്. ഇപ്രാവശ്യം നിങ്ങൾ കണ്ടു, രാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠയെക്കുറിച്ചൊക്കെ നിങ്ങൾ പത്രത്തിലൊക്കെ വായിക്കുന്നുണ്ടാവും അല്ലേ? ആ രാമവിഗ്രഹത്തിന് ചുറ്റും ഉള്ള ആ ഒരു ഭഗവാന്റെ ഒരു പ്രഭാവലയം പോലെ അവരുണ്ടാക്കിയിട്ടുണ്ടല്ലോ, ഈ വിഗ്രഹത്തിനോട് ചേർത്ത് വെച്ചിട്ടുള്ള. അതിൽ ദശാവതാരം ചെയ്തപ്പോൾ 10ാമത്തെ അവതാരമാക്കി വെച്ചിരിക്കുന്നത് ബുദ്ധനെയാണ്. 10ാമത്തെ അവതാരമായി വെച്ചിരിക്കുന്നത് ബുദ്ധനെയാണ്. 11ാമത്തെ അവതാരമായിട്ടാണ് കൽക്കിയെ വെച്ചിരിക്കുന്നത്. പലപ്പോഴും നമുക്ക് ഈ കൺസെപ്റ്റ് ക്ലിയർ അല്ല. നിങ്ങൾ നോക്കൂ, എവിടെ നിന്നാണ് 10 അവതാരത്തിന്റെ ആരംഭം നോക്കൂ. അതിൽ ആദ്യത്തെ അവതാരം എന്ന് പറയുന്നത് അവർക്ക് പറയണം മത്സ്യാവതാരമാണ്. അത് കഴിഞ്ഞാൽ കൂർമാവതാരമാണ്. അത് കഴിഞ്ഞാൽ വരാഹമാണ്. അത് കഴിഞ്ഞാൽ നരസിംഹം. അങ്ങനെ അങ്ങനെ പോകുന്നു അവതാരങ്ങൾ, ഇല്ലേ? നമ്മളൊന്നും നമ്മുടെ പരിണാമവുമായിട്ട് ഇതിനെ ചേർത്ത് വെച്ചാൽ
ഡാർവിയൻ തിയറി ഒക്കെ ആയിട്ടൊന്ന് വെച്ച് നോക്കിയാൽ, എവല്യൂഷൻ ഒക്കെ ആയിട്ട് വെച്ച് നോക്കിയാൽ, അമീബയിൽ നിന്ന് ജീവൻ പ്രതിഭാസങ്ങളൊക്കെ ഉണ്ടായി എന്നാണല്ലോ പഠിപ്പിക്കുന്ന തിയറികളൊക്കെ, എവല്യൂഷൻ തിയറിയൊക്കെ. ഒരു കാര്യം, അമീബയിൽ നിന്നുണ്ടായി എന്നുള്ളതല്ല വിഷയം. ജലത്തിൽ നിന്നാണ് പരിണാമം രൂപപ്പെടുന്നത്. കൊടാനുകോടി വർഷങ്ങൾക്ക് ശേഷം വെള്ളം രൂപപ്പെട്ട് ആ വെള്ളത്തിൽ നിന്നാണ് പരിണാമം ഉണ്ടാകുന്നത്. ഇപ്പൊ ജീവൻ പ്രകടമാവണമെങ്കിൽ ഏത് വേണം? ജലം വേണം. ജീവൻ പ്രകടമാവണമെങ്കിൽ ജലം വേണം. ഇവിടെ നമ്മുടെ അവതാരത്തിൽ ആദ്യമായി അവതരിപ്പിച്ചിരിക്കുന്ന അവതാരം മത്സ്യാവതാരം. ഇപ്പൊ മത്സ്യം ഏതുമായി ബന്ധപ്പെട്ടതാണ്? ജലവുമായി ബന്ധപ്പെട്ടതാണ്. ഇനി നോക്കൂ, നമ്മൾ ഓരോരുത്തരും ഒരച്ഛന്റെ ശരീരത്തിലെ ബീജാണുവായി അമ്മയുടെ ഗർഭപാത്രത്തിൽ വന്ന് വീണവരാണ്. ആണോ? ഓരോ ബീജാണുക്കളും മത്സ്യത്തെ പോലെയാണ് സഞ്ചരിക്കുന്നത്. ഒരു മത്സ്യം പോലെ അത് സഞ്ചരിക്കുകയാണ്. സ്പേമുകൾ മൈക്രോസ്കോപ്പിലൂടെ നോക്കിക്കഴിഞ്ഞാൽ കാണുന്നത് അത് സഞ്ചരിക്കുന്നത് ആരെ പോലെ? മത്സ്യത്തെ പോലെ. അപ്പോൾ ഏത് പരിണാമത്തിന്റെയും ആദ്യത്തെ പടി ഏത് രൂപത്തിലാണ്? നിങ്ങൾ മത്സ്യം എന്നതിന് മീൻ എന്ന അർത്ഥം എടുക്കണ്ട, അതിന്റെ ചലിക്കുന്ന രൂപത്തെ എടുത്തു കഴിഞ്ഞാൽ ഒരു മത്സ്യരൂപത്തിലല്ലേ ഏത് ജീവന്റെയും വികാസം വരുന്നത്? ആണോ? ആയിരിക്കുമോ അല്ലയോ? ഇപ്പൊ ജീവൻ ചലിക്കുന്നു. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ മത്സ്യത്തിൽ നിന്നും കൂർമ്മത്തിലേക്ക് വരുന്നു. കൂർമ്മത്തിലേക്ക് വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആമയ്ക്ക് വെള്ളത്തിലും ജീവിക്കാൻ പറ്റും, കരയിലും ജീവിക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ അതിൻ്റെ മാനസികമായ ശാരീരികമായ ഒരു ബയോളജിക്കൽ ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചു. അത് കുറച്ചുകൂടി കരയിലേക്ക് കൂടി ജീവിക്കാൻ പ്രാപ്തമായി. നമ്മൾ ഓരോരുത്തരും അമ്മയുടെ ഗർഭപാത്രത്തിൽ ഫ്ലൂയിഡിലാണ്, അമ്നോട്ടിക് ഫ്ലൂയിഡിലാണ് കറങ്ങുന്നത്. പക്ഷെ മനുഷ്യ ശരീരം രൂപപ്പെടുന്നു, അല്ലേ? മനുഷ്യ ശരീരം ഒരു പ്രകൃതിയിൽ, അതായത് ഭൂമിയിൽ ജീവിക്കാൻ പ്രാപ്തമായൊരു ശരീരരൂപം നമ്മളിൽ രൂപപ്പെടുന്നു. അത് കഴിഞ്ഞാൽ അമ്മ പ്രസവിച്ച് കുട്ടി പുറത്തു വരുന്നു. മൂന്നാമത്തെ അവതാരം ഏതാണ്? വരാഹമാണ്. പന്നിയുടെ സ്വഭാവം നിങ്ങൾ ശ്രദ്ധിച്ചു കാണാം. മണ്ണിലേക്ക് നോക്കി, മണ്ണിലുള്ള ഇരകളെ, അത് മണ്ണാണ് അതിന്റെ ജീവിതം. ആണോ? ആണോ അല്ലയോ? നിങ്ങൾ നോക്കാം, മണ്ണിലേക്ക് അത് ഇര തേടാൻ വേണ്ടിയിട്ട് മൂക്കുകൊണ്ട് അല്ലെങ്കിൽ അതിന്റെ കൊമ്പ് കൊണ്ട് മണ്ണിനെ ഇളക്കി 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 അത് മണ്ണിനെടുക്കുന്നത്. ആണോ? അതുപോലെ പലതും അത് മണ്ണുമായി ബന്ധപ്പെട്ടതാണ് ഈ പന്നി. ആണോ? ഏറ്റവും മാലിന്യമുള്ള മണ്ണിൽ കിടക്കുന്ന മാലിന്യങ്ങൾ കഴിച്ചുകൊണ്ട് അങ്ങനെ ജീവിക്കുന്നു. നമ്മളൊരു കുട്ടിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ കുട്ടി കൂടുതൽ പ്രകൃതിയിലേക്കാണ് കൂടുതൽ ശ്രദ്ധ തിരിക്കുന്നത്. ആണോ? മണ്ണിലുള്ളത് എന്താണോ അത് കിട്ടിയതൊക്കെ അതെടുത്ത് വായിലിടും. ആണോ? അതിന്റെ ആഹാരം. അപ്പൊ നമുക്ക് പരിണാമത്തിന് അടുത്ത ഘട്ടം അതിന്റെ വിശപ്പടക്കാൻ വേണ്ടി ആഹാരം തേടുന്ന ഒരവസ്ഥ. അത് കഴിഞ്ഞാൽ നരസിംഹ രൂപത്തിലേക്കാണ് കടക്കുന്നത്. മൃഗത്തിൽ നിന്നും മനുഷ്യനിലേക്കുള്ള ഒരു വികാസം. ഇന്ന് ശാസ്ത്രം പോലും സമ്മതിക്കുന്നത് മനുഷ്യൻ ഉണ്ടാകുന്നതിന് മുമ്പ് എന്തോ ഒരു ചിമ്പാൻസിയോ അതുപോലുള്ള ഒരു അവസ്ഥയിൽ മനുഷ്യൻ പണ്ട് ഉണ്ടായിരുന്നു. ഏതോ ഒരു മനുഷ്യനും മൃഗവും കൂടി ചേർന്ന ഒരു ഘട്ടം ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു അവസ്ഥയിൽ നിന്നാണ് പിന്നീട് മനുഷ്യനിലേക്ക് പരിണാമം ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഒരു മനുഷ്യനും മൃഗവും കൂടി സംയോജിതമായ ഒരു അവസ്ഥ മുമ്പുണ്ടായിരുന്നെങ്കിൽ ഭാരതത്തിലെ പൂർവികന്മാർ അങ്ങനെ ഒരു രൂപത്തെ ചിത്രീകരിച്ചിരിക്കുന്നതാണ് മനുഷ്യനും നരനും സിംഹവും കൂടി ചേർന്നൊരവസ്ഥ. മനുഷ്യന്റെ ശരീരം സിംഹത്തിന്റെ തല വെച്ചുകൊണ്ട് ഇങ്ങനെ ഒരു അവസ്ഥ സയൻസും അംഗീകരിക്കുന്നുണ്ട്. പൂർണ്ണ മനുഷ്യൻ വരുന്നതിന് മുമ്പ് മനുഷ്യൻ മൃഗവും മനുഷ്യനും ഉറക്കെ പറയൂ ചേർന്നൊരവസ്ഥയിലായിരുന്നു. നമ്മുടെ പൂർവികർ അതിനു വേണ്ടി തന്നിരിക്കുന്ന രൂപമാണ് ഏത്? നരസിംഹാവതാരം. അത് കഴിഞ്ഞൊരു പൂർണ്ണ മനുഷ്യന്റെ വടുവിന്റെ രൂപത്തിൽ, അതും ശാസ്ത്രം സമ്മതിക്കുകയാണ്, ആദ്യകാലത്തുള്ള മനുഷ്യൻ സ്പീഷീസ് എല്ലാം ഈ ഭൂമിയിലെല്ലാം ഉയരം കുറഞ്ഞ മനുഷ്യരായിരുന്നു, ഡാർഫുകളായിരുന്നു, ഉയരം കുറഞ്ഞവർ. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ആദ്യകാലത്തെ മനുഷ്യൻ ഈ ഭൂമിയിൽ ഉണ്ടായവർക്ക് ഉയരം കുറഞ്ഞവരായിരുന്നു. അത് കഴിഞ്ഞ് അടുത്തൊരു പരിണാമത്തിലേക്ക് വരുമ്പോഴാണ് ഇന്നത്തെ ചന്ദനച്ചാർത്തിൽ കാണുന്ന ആര് വരുന്നത്? പരശുരാമൻ. നമ്മുടെ കേരളത്തിലുണ്ടല്ലോ കുറെ അബദ്ധങ്ങൾ ഇങ്ങനെ പറഞ്ഞ് പ്രചരിപ്പിച്ച. ഹിന്ദു മോശമെന്നല്ല, കാരണം ഹിന്ദു അല്ലല്ലോ, ഹിന്ദു ജന്തുവാണ്. വിവരക്കേട് വിളിച്ചു പറയാൻ നമ്മളും മുന്നിലാണ്. നമ്മളൊക്കെ പറഞ്ഞ് പാടി നടക്കുന്ന ഒരു കാര്യമാണ് പരശുരാമൻ എങ്ങാണ്ട് നിന്നോ മഴ എറിഞ്ഞപ്പോൾ ഉണ്ടായ ഇതല്ലേ ഇപ്പൊ നിങ്ങളൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ളത്? ആണോ?
നോക്കൂ, എന്തൊരു അബദ്ധമാണ് നമ്മൾ കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. ഇത് ആര് പ്രചരിപ്പിച്ചു എനിക്കറിയില്ല. ഇതിപ്പോ കുട്ടികൾ ലേശം ബോധമുള്ളവരായല്ലോ, നിങ്ങളെ കറക്കി വട്ടത്തിലിരുത്തുവര്. പരശുരാമൻ മഴ എറിഞ്ഞിട്ടാണ് കേരളം ഉണ്ടായതെന്ന് ഒരു വശത്ത് പറയുന്നു. ഇവിടെ വേറൊരു ഭാഗത്താണെങ്കിൽ ഓണം ആഘോഷിച്ച് വാമനനെ സ്വീകരിക്കണം. കേരളത്തില് ഇവിടെ ഓണം ആഘോഷിക്കണമെങ്കിൽ വാമനനെ വാമനൻ മഹാബലി എന്ന് 3 അടി മേടിക്കുന്ന ആളോ ഓണത്തിന്റെ കഥകള് ആണോ? അപ്പൊ ആര് വേണം ഇവിടെ? വാമനൻ വരണം. വാമനനും മഹാബലിയും കേരളത്തിൽ ഭരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ കഥകൾ ഉണ്ടാവുന്നത്. അപ്പൊ പരശുരാമൻ വരുന്നതിന് മുമ്പ് മനസ്സിലായില്ല. വാമനൻ വരണമെങ്കിൽ കേരളം വരണ്ടേ? അപ്പം പരശുരാമൻ വരുന്നതിന് മുമ്പ് എന്തുണ്ട്? ഈ ചോദ്യം നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയാ? മോനെ, നിനക്ക് വേറെ ഒന്നും ചോദിക്കാനില്ലേ എന്ന്. കാരണം നമ്മൾ വട്ടത്തിൽ, നമുക്ക് ഉത്തരവില്ല. അതിന് ചോദ്യത്തിന് ഉത്തരമില്ല. ഉണ്ടോ ഇല്ലയോ? നോക്കൂ നിങ്ങൾ, നമ്മൾ എന്തൊക്കെ തെറ്റുകളാ പറഞ്ഞു കൊടുക്കണം. അപ്പൊ നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് കുട്ടികളെ പഠിപ്പിക്കണം. ഒരു കരയും ഒരു പരശുരാമനും ഉണ്ടാക്കിയതല്ല. ആയുധം കയ്യിൽ വെക്കുന്നത് സിവിലൈസേഷൻ. കാട് പിടിച്ച സ്ഥലത്തെ വെട്ടണം. അപ്പോഴാണ് അവിടെ വീടുകൾ വെക്കാൻ പറ്റുക, അവിടെ കൃഷിക്ക് അനുയോജ്യമാക്കാൻ പറ്റുക. അതിനെന്ത് വേണം? ആയുധം. അതൊരു വികസനത്തിന്റെ, ഇന്നിപ്പം വികസനം എന്ന് വെറുതെ പറഞ്ഞു നടക്കുന്നവരാണ്. ഒരു വികസനവും ഇല്ല. എന്നാൽ വികസനത്തിന്റെ ആദ്യത്തെ പ്രതീകമാണ് ആര്? ഉറക്കെ പറയൂ നിങ്ങൾ. വികസനമുണ്ടെങ്കിലേ മനുഷ്യന് ജീവിക്കാൻ പറ്റുള്ളൂ. കേരളത്തെ മനുഷ്യവാസമാക്കി തീർത്ത അവതാര പുരുഷനാണ് പരശുരാമൻ. അതല്ലേ കുറേം കൂടി നല്ല വ്യാഖ്യാനം? ഒന്നും മിണ്ടാത്തത് നിങ്ങൾ? അതോ പരശുരാമൻ മഴ ഒരൊറ്റയേററിഞ്ഞപ്പോ അതൊരു സ്ഥലത്ത് വീണപ്പോ അവിടെ കര അങ്ങോട്ട് പൊങ്ങി വന്നു, ഇതാണോ ശരി? ഒന്നും മിണ്ടാത്തത്? അതിൻ്റെ ഇടയ്ക്ക് ആരോ എന്നോട് പറഞ്ഞു, അല്ല സ്വാമി, അത് കണ്ണൂരാ വീണത് എന്ന്. കാരണം അവരെ ഇടയ്ക്കിടയ്ക്ക് പ്രയോഗിക്കുന്നത് എന്ന്. ആ ഭാഗത്താണുള്ള ഇടയ്ക്കിടയ്ക്ക് ഇപ്പൊ കുറവാണ്, പണ്ടത് നല്ലോണം ഉപയോഗിക്കുന്നവരുണ്ടായി. ഈ തരത്തിൽ നമ്മൾ പരശുരാമൻ മഴ എറിഞ്ഞ് ഭൂമി ഉണ്ടായി, കേരളമുണ്ടായി എന്ന് പറയുന്നതാണോ ശരി? അതോ ഈ കേരളത്തെ മനുഷ്യവാസമാക്കി, കൃഷിഭൂമിയാക്കി, അവിടെ മനുഷ്യന് ജീവിക്കാൻ അനുയോജ്യമാക്കി തീർത്ത അവതാരമൂർത്തിയാണ്. ഇപ്പൊ എന്താ പറയുന്നത്? മനുഷ്യന് ജീവിക്കണമെങ്കിൽ അവൻ ലോകത്തിനൊപ്പം വളരണം, ടെക്നോളജി വേണം. ഇന്നായിരുന്നു പരശുരാമൻ അവതരിച്ചെങ്കിൽ ഇന്ന് പരശുരാമന്റെ കയ്യിൽ മഴുവല്ല, ലാപ്ടോപ്പ് ആയിരിക്കും ഉണ്ടാവുക. ഇന്ന് പരശുരാമൻ അവതരിക്കുന്ന സമയത്ത് പരശുരാമന്റെ കയ്യിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മൊബൈൽ ആയിരിക്കും ഉണ്ടായിരിക്കുക. കാരണം ഇന്ന് ഇതുണ്ടെങ്കിൽ ലോകം നമുക്ക് ലോകത്തോടൊപ്പം വളരാൻ പറ്റുള്ളൂ. ആണോ അല്ലയോ? അപ്പൊ ലോകത്തോടൊപ്പം നമ്മൾ വളരണമെങ്കിൽ ബുദ്ധിപരമായ വികാസം. നിങ്ങൾ നോക്കൂ, ഇവിടെ എന്തുണ്ടോ കുട്ടികളൊക്കെ ശ്രദ്ധിക്കുക. പരിണാമം എന്ന് പറയുന്നത് ഇല്ലാത്തത് ഉണ്ടാക്കുന്നതല്ല. പരിണാമം എന്ന് പറയുന്നത് ഉള്ളതിനെ വികസിപ്പിക്കുന്നതാണ്. അപ്പൊ ഒരു മനുഷ്യന്റെ ബുദ്ധിയെ വികസിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ ആ വികസിക്കാനുള്ള സാധ്യതകളൊക്കെ ഒരാളുടെ ഉള്ളിൽ പൊട്ടൻഷ്യലായി ഉള്ളത് കൊണ്ടാണ്. ഇല്ലെങ്കിൽ ഒന്നും വികസിപ്പിക്കാൻ സാധ്യല്ല. യു കാൺ ക്രിയേറ്റ് എനർജി, യു കാൺ ഡിസ്ട്രോയ് എനർജി. വാട്ട് എവർ ഈസ് പൊട്ടൻഷ്യലി ദെയർ യു ക്യാൻ ഡെവലപ്പ് ഇറ്റ്. ആണോ അല്ലയോ? ഇല്ലാത്തത് ഉണ്ടാക്കാൻ സാധിക്കും, നിങ്ങൾ തെളിയിക്കൂ. ഇല്ലാത്തത് ഉണ്ടാക്കാൻ ഒരു ഋഷിയും പറഞ്ഞില്ല. ഉള്ളതിനെ, അതിന്റെ പോസിബിലിറ്റി, അതിന്റെ പൊട്ടൻഷ്യൽ, അതിന്റെ സാധ്യതകളെ വികസിപ്പിക്കല്ലേ വേണ്ടത്? ആണോ അല്ലയോ? ഈ വികസിപ്പിക്കലാണ് പരശുരാമൻ എന്ന് പറയുന്നത്. കേവലം ഒരു പ്രകൃതിയിലെ ഒരു ജീവിയായി ജീവിക്കാതെ ഒരായുധം കയ്യിലെടുത്തു എന്ന് പറഞ്ഞാൽ ഒരു വികാസമാണ്, സാധ്യതയാണ്. ആയുധമുണ്ടെങ്കിൽ നമുക്ക് പലതും രൂപപ്പെടുത്താൻ സാധിക്കും. അപ്പൊ ആയുധം കണ്ടെത്തി ആ ആയുധത്തെ കൊണ്ട് ഒരു ലോകത്തെ സൃഷ്ടിക്കാൻ സാധിക്കുമെന്നുള്ള ബുദ്ധിയുടെ വികാസമല്ലേ അത്? എന്താണെന്നും പറയാത്ത നിങ്ങള്? അപ്പൊ ഇതെന്താ നമുക്ക് തരുന്ന സന്ദേശം? നമ്മളും ലോകത്തോടൊപ്പം വികസിക്കേണ്ട സാധ്യതയുണ്ട്. കഴിവില്ലാത്തവരായി ഇവിടെ ആരും ഇല്ല, എല്ലാവരിലും ഉണ്ട്, സാധ്യതയുണ്ട്. പക്ഷെ അടഞ്ഞു കിടക്കുകയാണ്. പലരുടെയും കഴിവുകൾ വികസിപ്പിക്കാൻ സാധിക്കുന്നില്ല. ഉള്ളിലുണ്ട്, പൊട്ടൻഷ്യൽ ഉണ്ട്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമ്മളിതെല്ലാം അടക്കി വെച്ചിരിക്കുകയാണ്. ഒരു വിത്തിന് മുളയ്ക്കാനുള്ള സാധ്യതയുണ്ടെങ്കിലും ആ മുളയ്ക്കാനുള്ള അതിനുള്ള സാഹചര്യം ഒരുക്കിയാലേ ആ വിത്തിന് വേണ്ട വിധത്തിൽ വികസിക്കാൻ പറ്റുള്ളൂ. നേരെ മറിച്ച് അതിനെ ഒരു പാത്രത്തിലിട്ട് അടച്ചിട്ട് കഴിഞ്ഞാൽ ആ വിത്തിന് മുളയ്ക്കാനുള്ള കഴിവുണ്ടെങ്കിലും ആ വിത്ത് ഒരിക്കലും മുളയ്ക്കുകയില്ല. ഇതുപോലെ ഇവിടെ നമ്മളോട് ഓർമ്മിപ്പിക്കുകയാണ്, ബുദ്ധിപരമായി വികസിക്കാനുള്ള സാധ്യത അതിന്റെ പ്രതീകമാണ് പരശുരാമൻ. അത് കഴിഞ്ഞാൽ അടുത്ത അവതാരം ആരാണ്? ശ്രീരാമനാണ്. കുറച്ചുകൂടി ധാർമ്മികമായ ശ്രീരാമസ്വാമിയിലേക്ക് എത്തുമ്പോണ്ടല്ലോ, ശ്രീരാമസ്വാമി ലോകത്തിന്
ധർമ്മത്തിന്റെ പ്രതിപുരുഷനായിട്ടാണ് നിൽക്കുന്നത്. ഒരു സമൂഹം നിലനിൽക്കണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ ഉണ്ടാവണം. ഒന്ന്, ധർമ്മത്തിലൂന്നിയ ജീവിതം. രണ്ട്, അധർമ്മത്തെ മാറ്റി നിർത്താൻ അല്ലെങ്കിൽ അധർമ്മത്തെ ഇല്ലായ്മ ചെയ്യാനുള്ള കൂട്ടായ്മ. കാരണം മനുഷ്യന് ബുദ്ധിയുള്ളത് കൊണ്ട് മനുഷ്യനിൽ സ്വാർത്ഥത വരും. ഈ സ്വാർത്ഥത വരുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതം മറ്റുള്ളവർക്കൊരു ഭാരമായി മാറും. ഈ പ്രപഞ്ചം നമ്മൾ ശ്രദ്ധിക്കണം, എന്നാലേ മനസ്സിലാവുള്ളൂ. ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ഒരു കോപ്പറേറ്റീവ്, ഒരു കലക്റ്റീവ് എക്സിസ്റ്റൻസ് ആണ്. ഇവിടെ എല്ലാം പാരസ്പര്യതയിൽ ജീവിക്കുകയാണ്. നിങ്ങൾ നോക്കൂ, നമ്മുടെ ശരീരം നിലനിൽക്കണമെങ്കിൽ ഓക്സിജൻ വേണം, നമ്മുടെ ശരീരം നിലനിൽക്കണമെങ്കിൽ കുടിക്കാൻ വെള്ളം വേണം, സൂര്യപ്രകാശം വേണോ? എന്നാൽ ഈ പ്രകൃതിയെ നമ്മൾ താളം തെറ്റിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾ അധർമ്മം എന്നുള്ള വാക്കിനെ പ്രകൃതിയുടെ തലത്തിൽ ചിന്തിക്കുക. പ്രകൃതിയെ നമ്മൾ പൊല്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അന്തരീക്ഷത്തിൽ ഓക്സിജന്റെ അളവ് ഇപ്പൊ നിങ്ങൾ കാണുന്നുണ്ട്, ഗ്ലോബൽ വാർമിംഗ് എന്നൊക്കെ പറഞ്ഞ്, കാർബൺ എമിഷൻ എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ കൂടിക്കഴിഞ്ഞാൽ മനുഷ്യന് ഇവിടെ ജീവിക്കാൻ പറ്റുമോ? അപ്പൊ ആ അധർമ്മത്തെ മാറ്റി നിർത്തി മനുഷ്യന് ഇവിടെ ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഒരുക്കണ്ടേ? കൂടെ വന്നില്ല. ഇതുപോലെ സ്വാർത്ഥ മനസ്സുകൾ നോക്കൂ. ഇപ്പൊ തന്നെ നിങ്ങൾ കാണുന്നു, പാലസ്തീനില് ഹമാസ് എന്ന് പറയുന്ന ഒരു വിഭാഗം വെറുതെ പോയിട്ട് ചൊറിഞ്ഞതാണ് ഇസ്രായേലിനെ, അല്ലേ? ഇപ്പൊ എത്ര കുട്ടികളാണ് ഇന്നത്തെ പത്രത്തിൽ കാണുന്നത്? ഏറെക്കുറെ 70,000-ഓളം കുട്ടികൾ അനാഥരായി കിടക്കുന്നു. എത്രയോ ജീവിതം, 25,000 ആളുകൾ മരിച്ചു കഴിഞ്ഞു. ഇന്ന് വീട് നഷ്ടപ്പെട്ട് എന്തൊരു ദുരന്തമാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നോക്കൂ നിങ്ങൾ. ഞാൻ ഇത് പറയുന്നത് രാഷ്ട്രീയമായിട്ട് എടുക്കണ്ട, പക്ഷെ എവിടെയോ മനുഷ്യന്റെ സ്വാർത്ഥ മനസ്സുകൾ, അവിടെ ഒരുപക്ഷെ ഇസ്രായേലിലും കുറച്ച് സ്വാർത്ഥത ഉണ്ടായിട്ടുണ്ടാവും. അപ്പൊ സ്വാർത്ഥ മനസ്സുകൾ കൂടുമ്പോൾ മനുഷ്യ ജീവിതത്തിന്റെ സമാധാനം, ഉറക്കെ പറയൂ, നഷ്ടപ്പെടുന്നു. കുറേ പേർക്ക് ദുരിതങ്ങൾ ഉണ്ടോ? അപ്പൊ സ്വാർത്ഥതയെ നിയന്ത്രിക്കണം. മനുഷ്യൻ പരസ്പരം ഒരു ഐക്യവും ഒത്തൊരുമയും ഉള്ള ആളുകളായിരിക്കണം. ശ്രീരാമസ്വാമിയെ ഇന്ന് എന്തുകൊണ്ടാണ് അയോധ്യയിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്? ശ്രീരാമസ്വാമി അങ്ങനെ ഒരു ലിങ്ക് ഉണ്ടാക്കി. നിങ്ങൾ നോക്കൂ, 3 രാജ്യങ്ങളിൽ, ഒന്ന് അയോധ്യയിൽ സാഹോദര്യ ബന്ധങ്ങള്, എല്ലാവരുമായിട്ടുള്ള നല്ല ബന്ധം ശ്രീരാമസ്വാമിക്ക് ഉണ്ടായിരുന്നോ? അതുപോലെ തന്നെ അടുത്ത കിഷ്കിന്ധ എന്ന് പറയുന്ന രാജ്യത്ത്, അവിടെ ബാലി തുടങ്ങിയിട്ടുള്ള ആ സ്വാർത്ഥ ചിന്തകളെ മാറ്റി നിർത്തി സുഗ്രീവൻ തുടങ്ങിയിട്ടുള്ള നല്ല മനസ്സുകളെ കൂട്ടിച്ചേർത്തു. ഇതുപോലെ ലങ്കയിൽ ചെല്ലുന്നു, അവിടെയും രാവണൻ പോലുള്ള സ്വാർത്ഥ മനസ്സുകളെ മാറ്റി നിർത്തി അവിടെയും ഒരു നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഒരു രാജ്യം, ചുറ്റുമുള്ള സമീപ രാജ്യങ്ങളെല്ലാം ഒരു ധാർമ്മിക ചിന്തയിൽ ഉണ്ടാകുമ്പോഴല്ലേ ശരിക്കും പ്രോഗ്രസ് ഉണ്ടാകുന്നത്? ആണോ അല്ലയോ? അപ്പൊ ഇത് മനുഷ്യന് വേണ്ടതാണ്, ധാർമ്മികത. എന്താണ് ധാർമ്മികത എന്ന് പറയുമ്പോൾ 2 കാര്യങ്ങളാണ്. ഒന്ന്, നന്മ ചെയ്യാനുള്ള മനസ്സ് ഉണ്ടാകുന്നതോടൊപ്പം തിന്മ ചെയ്യുന്നവരെ മാറ്റി നിർത്തുക എന്നുള്ളത്. അപ്പൊ ശ്രീരാമസ്വാമിയുടെ അവതാരമാണ് ധർമാവതാരം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ അടുത്ത അവതാരമാണ് ബലരാമസ്വാമിയുടെ അവതാരം. ബലരാമസ്വാമി കർഷകരായിട്ടാണ് വരുന്നത്. കയ്യിൽ എന്താണ്? കലപ്പയാണ്. ഇന്ന് ലോകത്തിന് വലിയ സന്ദേശവും അതാണ്. നമ്മുടെ കേരളമുണ്ടല്ലോ, ഇക്കാര്യത്തിൽ വളരെ പുറകിലേക്ക് പോയി. കാശ്, ഇന്ന് ധാരാളം പണം കേരളത്തിൽ വരുന്നുണ്ട്. പണം ഉള്ളത് കൊണ്ട് ജീവിക്കാൻ പറ്റില്ല. ഇപ്പൊ ഗൾഫ് രാജ്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞു. അവിടെയൊക്കെ പുതിയ പുതിയ ചിന്താധാരകളിലേക്ക് അവർ മാറിക്കൊണ്ടിരിക്കുകയാണ്. കേരളം വളരെ പുറകിലായിപ്പോയി. ഞാനിപ്പോൾ അടുത്ത കാലത്ത് ദുബായിൽ പോയപ്പോൾ അവിടെ കൃഷി ചെയ്യുന്നതാണ് കാണുന്നത്, ഗോതമ്പ് കൃഷി. അവിടെ കൃഷി ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ ചകിരിച്ചോറ് പല രാജ്യങ്ങളിൽ നിന്നും കൊണ്ടുവന്നുകൊണ്ട് ആ കളിമണ്ണിൽ അവർ ആ ചകിരിച്ചോറ് ചേർത്തുകൊണ്ട് അവരവിടെ ഗോതമ്പ് കൃഷി. എന്താ അറിയോ? ഇനിയിപ്പോൾ പെട്രോളിന്റെയും ഡീസലിന്റെയും ഉപയോഗം കുറഞ്ഞു വരികയാണ്. പുതിയ ടെക്നോളജി, ഇപ്പൊ നമുക്കറിയാലോ, പുതിയ കാറുകൾ വരികയാണ്, ബാറ്ററി കാറുകൾ വരികയാണ്, ഇലക്ട്രിക് കാറുകൾ വരികയാണ്. ആണോ? ഈ സാധനമൊക്കെ വന്നു കഴിഞ്ഞാൽ അവരെ പെട്രോളും ഡീസലൊന്നും പഴയതുപോലെ ചെലവാവില്ല. അപ്പൊ അവർക്ക് വരുമാനം വരില്ല. വരുമാനമില്ലെങ്കിൽ അവർക്ക് ആഹാരം കഴിക്കാനുള്ള കഴിവുണ്ടാവില്ല. അപ്പൊ അവർ ആഹാരം ഉണ്ടാക്കണം. വേണോ വേണ്ടയോ? ഈ കേരളം ഒന്നും അത് ചിന്തിക്കുന്നേയില്ല. നമ്മൾ വളരെ പുറകിലായിപ്പോയി. അന്ന് ബലരാമസ്വാമി തന്നിരിക്കുന്ന ഒരു സന്ദേശം ഇതാണ്: മനുഷ്യൻ ഈ ഭൂമിയിൽ നിലനിൽക്കണമെങ്കിൽ എന്ത് വേണം? കൃഷി വേണം. കൃഷിയെ വിട്ടിട്ട് നമ്മൾ ഒരു ഡെവലപ്മെന്റ് ഉണ്ടാക്കിയിട്ടും കാര്യമില്ല. കാരണം മനുഷ്യന് ആത്യന്തികമായി ജീവിക്കാൻ ആഹാരം വേണം. ആഹാരം അവൻ കൃഷി ചെയ്ത് താനും ഉണ്ടാകുമോ? എന്തോന്നും മിണ്ടാത്തത് നിങ്ങൾ. ഇന്ന് നമ്മളിവിടെ ഇവിടെ ഇരിക്കുന്നത് എന്തുകൊണ്ടാണ്? ആന്ധ്രക്കാരന്റെ അരിയും അതുപോലെ തന്നെ ഒറീസക്കാരന്റെ ഉലുവയും UP-ക്കാരന്റെ കടുകും പയറും ഗുജറാത്തിയുടെ പല സാധനങ്ങളും കൊണ്ടുവന്നിട്ടാണ് ഇപ്പം ഞാനും നിങ്ങളിവിടെ സപ്താഹം കേട്ടിട്ടിരിക്കുന്നത്.
ആ സംസ്ഥാനങ്ങളിലുള്ളവർ പറയാണ് ഞങ്ങളുടെ കടുക് ഉലുവീനി അങ്ങോട്ട് അയക്കില്ല എന്ന്. ആന്ധ്രക്കാരൻ പറയാണ് നിങ്ങൾ അരി കഴിച്ചത് മതി എന്ന്. നിങ്ങൾ ഒരു സപ്താഹവും കേൾക്കാൻ വരില്ല ഇങ്ങോട്ട്. നിങ്ങൾ പറമ്പിൽ വല്ലതും കൃഷി ചെയ്യാൻ പറ്റുമോ നോക്കും. ആ കോവിഡിന്റെ കാലത്ത് എന്ത് മെനക്കെട്ട് കൈക്കോട്ടെടുത്ത് കൊത്തലായിരുന്നു. കാരണം ഒന്നും വരുന്നില്ല. അതുകൊണ്ട് പലരും വീട്ടിന്റെ അകത്ത് കൃഷി ചെയ്യാൻ, അകത്തല്ല പുറത്ത്, മനസ്സിലായില്ലേ, കൃഷി ചെയ്യാൻ തുടങ്ങി. ഉണ്ടാവില്ലയോ? എന്താ ഒന്നും മിണ്ടാത്തത് നിങ്ങള്? അപ്പൊ വേണ്ടി വന്നാൽ ചക്ക വേരിലെ കായ്ക്ക്. നമുക്ക് മലയാളികൾക്ക് അത് മനസ്സിലായില്ല. കാരണം നമുക്ക് അങ്ങനെയുള്ള ഒരു ഗവൺമെന്റ് സിസ്റ്റം ഇല്ല. എനിക്കൊരു വേദനാത്മകമായിട്ടുള്ള അനുഭവം തോന്നിയിട്ടുള്ളത് പല സംസ്ഥാനങ്ങളിലും നിങ്ങൾ കണ്ടില്ലേ, വൈകുന്നേരം തൊഴിലുറപ്പ് പരിപാടി കണ്ടില്ലേ നിങ്ങൾ? എന്താ ഒന്നും മിണ്ടാത്തത് നിങ്ങള്? എന്തൊരു പാവങ്ങളെ പിടിച്ച് ഈ പലയിടത്തും ചെത്തിക്കളഞ്ഞ. കഴിഞ്ഞ ദിവസം ഒരു വൈദ്യര് പറയാണ് ഉള്ള പച്ചമരുന്ന് മുഴുവൻ ചെത്തിക്കളഞ്ഞവരുന്നു. ഇനി ഒരു പച്ചമരുന്ന് പോലും കിട്ടാൻ വഴിയില്ല. എന്നാൽ ഈ ആന്ധ്രാപ്രദേശ് പോലുള്ള സ്ഥലങ്ങളിൽ ഈ ആളുകളെ വെച്ചിട്ട് അവര് പച്ചക്കറി കൃഷി ചെയ്ത് ആ നാട്ടിലേക്ക് വേണ്ടുന്ന പച്ചക്കറി അവിടെ ഉൽപ്പാദിപ്പിച്ചു. അതായിരുന്നു ബലരാമസ്വാമിയുടെ അവതാരം കൊണ്ട് ചെയ്യേണ്ടിയിരുന്നത്. ഈ ആളുകളെ വെച്ച് ഇവിടെ പച്ചക്കറി ഉൽപ്പാദിപ്പിച്ചിരുന്നെങ്കിൽ ഈ കേരളം ഇന്ന് തമിഴ്നാട്ടിലുള്ള വിഷമടിച്ച സാധനം ഇവിടെ കഴിക്കണ്ട. ഇപ്പൊ നിങ്ങളൊക്കെ വണ്ണം വെച്ചിരിക്കുന്നത്, പലരും വണ്ണം വെച്ചിരിക്കുന്നത് കഴിച്ചിട്ടല്ല, അവരുടെ സാധനം അടിച്ചു കയറ്റി കഴിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ നമ്മൾ ഇരിക്കുന്നത്. ഉള്ള വിഷം മുഴുവൻ നമ്മുടെ ശരീരത്തിൽ കിടക്കുകയാണ്. അതുകൊണ്ടാണല്ലോ ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ക്യാൻസർ ഉള്ള ഒരു സംസ്ഥാനം കേരളമായി തീർന്നത്. ആണോ അല്ലയോ? ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗി. കാരണം ഈ വിഷം അടിച്ച് കയറ്റിയത് മുഴുവൻ ശരീരത്തിൽ കിടക്കുകയാണ്. അതുകൊണ്ട് ബലരാമസ്വാമിയെ വെറുതെ നമ്മൾ പൂജിച്ചാൽ മാത്രം പോരാ, ഒരു വലിയ സന്ദേശമാണ്. ആരോഗ്യമുള്ള ശരീരം ഉണ്ടാവണമെങ്കിൽ ആരോഗ്യമുള്ള ആഹാരം കഴിക്കണം. പക്ഷെ അത് ആര് തരും? വെറുതെ നമ്മൾ പ്രാർത്ഥിച്ചതുകൊണ്ട് ആരോഗ്യം ഉണ്ടാകുമോ? അതൊക്കെ നമുക്ക് എവിടെയോ നഷ്ടപ്പെട്ടു പോയി. അത് തിരിച്ചെടുക്കേണ്ടതുണ്ട്. ഇതൊക്കെ കുട്ടികളിൽ ബോധവൽക്കരണം ഉണ്ടാക്കേണ്ടതുണ്ടോ? എന്താ മിണ്ടാത്തത് നിങ്ങൾ? ഒരു അമ്പലത്തിൽ പോയി നമ്മൾ ജസ്റ്റ് പ്രാർത്ഥിക്കാൻ മാത്രമല്ല, അവിടുന്ന് എടുക്കുന്ന ഊർജമാണ്, അവിടുന്ന് എടുക്കുന്ന അറിവാണ് സമൂഹത്തിലേക്ക് വേണ്ടൊക്കെ. നമ്മുടെ ഭാരതത്തിൽ ഇത്രയും അറിവുണ്ടായിരുന്നു, പക്ഷെ എവിടെയോ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടു പോയി. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ ഇതിന്നൊക്കെ വിമുഖത കാണിക്കുന്ന ഒരു സമൂഹമാണ്. അതുകൊണ്ട് നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം, ബലരാമസ്വാമി നമ്മളെ പഠിപ്പിക്കുന്നത്, കലപ്പ വെച്ച ബലരാമസ്വാമി നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്, ആരോഗ്യമുള്ള ശരീരം ഉണ്ടാവണമെങ്കിൽ ആരോഗ്യം തരുന്ന ആഹാരം നമ്മൾ കഴിക്കേണ്ടതുണ്ട്. വേണ്ടേ? ഇനി അടുത്ത അവതാരമാണ് കൃഷ്ണാവതാരം. കൃഷ്ണാവതാരത്തിന്റെ മഹത്വം എന്ന് പറയുന്നത്, ഭഗവാൻ കൃഷ്ണൻ പലതുകൊണ്ടും മനസ്സിന്റെ പല തലങ്ങളിലേക്ക് ഉയർന്ന അവതാര പുരുഷനാണ്. ആര്? കൃഷ്ണൻ. സംഗീതമുണ്ട്, നൃത്തമുണ്ട്, ഉണ്ടോ? അറിവുണ്ട്, കഴിവുണ്ട്. പല തലങ്ങളിലേക്കും മനുഷ്യ മനസ്സിനെ ഉയർത്താൻ അതിന് സാധിക്കുന്ന അവതാരമൂർത്തിയാണ് ആര്? കൃഷ്ണൻ. കൃഷ്ണൻ നമ്മളെ പഠിപ്പിക്കുന്ന വലിയൊരു പാഠം എന്താ അറിയോ? ജീവിതം ഒരിക്കലും തളർന്നിരിക്കാനുള്ളതല്ല. ജീവിതത്തിൽ തളരുന്നതിന് കാരണം മനസ്സെവിടെയോ ചില സങ്കുചിത ചിന്തകളിൽ കുരുങ്ങിക്കിടക്കുകയാണ്. ആ ചിന്തകളിൽ നിന്നും മനസ്സിനെ ഉയർത്തണമെങ്കിൽ നിങ്ങൾക്ക് ഭക്തി ഉണ്ടാവണം. ഭക്തി എന്ന് പറയുന്നത് കേവലം തൊഴുതു പോകുന്നതല്ല. ഒരു ഭാഗത്ത് അല്പനേരം ഇരുന്ന് ദിവസവും കുറച്ച് നാമസങ്കീർത്തനങ്ങളും സത്സംഗങ്ങളും ചെയ്തുകൊണ്ട് മനസ്സിനെ ഊർജമുള്ളതാക്കി മാറ്റി, അതേപോലെ തന്നെ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ സമൂഹത്തിന് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ ചെയ്ത് ഊർജമുള്ള മനസ്സാക്കി മുന്നോട്ട് നീങ്ങുമ്പോൾ ആ വ്യക്തികളെ തളർത്താൻ വിധിക്കു പോലും സാധിക്കില്ല. കൃഷ്ണൻ പഠിപ്പിക്കുന്ന ഒരു വലിയ പാഠം നിങ്ങളുടെയൊക്കെ മനസ്സിൽ കിടക്കട്ടെ. അലസമാകുന്ന മനസ്സ് അവശ്യമായ ജീവിതം തരും. എന്താണ്? അലസമായൊരു മനസ്സ് അവശ്യമായൊരു ജീവിതം തരും. വേണോ? അലസമാക്കരുത്. മനസ്സിനെ എപ്പോഴും ഉണർവുള്ള ഊർജമുള്ള മനസ്സാക്കി മാറ്റണമെങ്കിൽ എപ്പോഴും അതിനെ ഭക്തിയിലേക്കും സത്സംഗങ്ങളിലേക്കും, ക്ഷേത്രത്തിലേക്കൊക്കെ അതിനാണ് കുട്ടികളെ കൊണ്ടുവരുന്നത്. രാവിലെ എണീറ്റ് അമ്പലത്തിലേക്ക് വരുമ്പോൾ ഊർജമുള്ള ഒരു മനസ്സ് അവർക്കുണ്ടാകുന്നു. ആ ഊർജമുള്ള മനസ്സ്, ഉത്സാഹമുള്ള മനസ്സ് അത് താനെ വരുന്നതല്ല, നിരന്തരമായ പരിശീലനത്തിലൂടെ വരുന്നതാണ്. മനസ്സിലാവുണ്ടല്ലോ? വീട്ടിലിരുന്ന് രാവിലെ ട്യൂഷന് പറഞ്ഞയച്ചാൽ ഇത് വരില്ല. അമ്മമാരോട് എനിക്ക് പറയാനുള്ളത്, കുട്ടികളെ ഈ രാവിലെയും വൈകുന്നേരം ട്യൂഷൻ അയക്കുന്ന പരിപാടി നിർത്തുക. അമ്പലങ്ങളിൽ കൊണ്ടുവരിക. അമ്പലങ്ങളിൽ കൊണ്ടുവന്ന് കുട്ടികളെ നാമം ജപിപ്പിക്കുക. ഇങ്ങനെ അമ്പലങ്ങളിൽ വല്ല സത്സംഗങ്ങളും ഉണ്ടെങ്കിൽ അവിടെ ഇരുന്ന് ഭജനകൾ പാടിപ്പിക്കുക. ദയവ് വിചാരിച്ച് കുട്ടികളെ ട്യൂഷന് പറഞ്ഞയക്കുന്ന പരിപാടികൾ നിർത്തുക. നിങ്ങളുടെ കുട്ടികളെ ട്യൂഷന് പറഞ്ഞയക്കേണ്ട കാര്യമില്ല. അവര് ബുദ്ധിയുള്ളവരാണ്.
അവരെ മനസ്സിനെ നിങ്ങൾ കഴിവുള്ളവരാക്കൂ. അവരുടെ കഴിവുകൾ താൻ അവർ കണ്ടെത്തിക്കൊള്ളും. നിങ്ങൾ വിചാരിക്കേണ്ട അവർ കഴിവില്ലാത്തവരാണ്. മനസ്സിന് ഊർജമില്ലാത്തവര്, മനസ്സിന് ശക്തിയില്ലാത്തവര്, മനസ്സിന് ഉത്സാഹമില്ലാത്തവര് എത്ര വിദ്യാഭ്യാസം ഉണ്ടായിട്ടും കാര്യമില്ല. വെറുതെ കുറെ എഞ്ചിനീയർ ആവാം, കുറെ ഡോക്ടർ ആവാം എന്നല്ലാതെ അവർ കഴിവുള്ള വ്യക്തികളായി മാറണമെന്നുണ്ടെങ്കിൽ കഴിവെന്ന് പറയുന്നത് ഒരാളുടെ ഊർജവുമായി ഉത്സാഹവുമായി ബന്ധപ്പെട്ടതാണ്. ആണോ അല്ലയോ? മനസ്സിന് ഉത്സാഹമില്ലാത്തവർക്ക്, മനസ്സിന് ഊർജമില്ലാത്തവർക്ക് ഇതുവരെ കഴിവുകൾ കണ്ടെത്താൻ പറ്റിയിട്ടില്ല. ക്ഷേത്രത്തിൽ അതിനാണ് കുട്ടികളെ കൊണ്ടുവരുന്നത്. രാവിലെ നമ്മൾ കൊണ്ടുവരുന്നു, വൈകുന്നേരം കൊണ്ടുവരുന്ന ഒരു ശീലം നമ്മുടെ മലയാളികൾക്ക് ഇത്തിരി കുറഞ്ഞു പോയിട്ടുണ്ട്. ഇവിടെ ഇപ്പൊ ഈ ദശാവതാര സത്സംഗം കഴിഞ്ഞു കഴിഞ്ഞാൽ ഉത്സവം കഴിഞ്ഞു, പൂരം കഴിഞ്ഞു, പിന്നെ ഒക്കെ കണക്ക് തന്നെ. പിന്നെ എല്ലാം വൈകുന്നേരം സീരിയലും കണ്ട് കുട്ടികളെ ട്യൂഷനും പറഞ്ഞയച്ച് ഈ തരത്തിൽ നമ്മളെ ഹിന്ദു മതം പുറകോട്ട് പോയി. കുറെ എഞ്ചിനീയേഴ്സിനെയും എൻട്രൻസ് എഴുതി ഡോക്ടർമാരെയും ഉണ്ടാക്കുന്ന ആവരുത് നമ്മൾ. എഞ്ചിനീയറും ഡോക്ടറും ആവണം, പക്ഷെ അത് കഴിവുള്ളവരാവണം, മിടുക്കുള്ളവരാവണം. അങ്ങനെയുള്ള മിടുക്കുണ്ടാവണമെങ്കിൽ മനസ്സിന് അത്രയും ഒരു ആത്മീയമായൊരു ഊർജം ഉണ്ടാവണം. അതിനാണ് കൃഷ്ണൻ ജീവിച്ചത്. കൃഷ്ണന്റെ ഹോൾ ലൈഫ് അതിന് വേണ്ടിയിട്ടായിരുന്നു. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്കൂ, കൃഷ്ണൻ എത്രമാത്രം കുരുത്തക്കേട് ചെയ്തിട്ടുണ്ട്. എന്നിട്ടും ദൈവീക ഭാവത്തിൽ കൃഷ്ണനെ പൂജിക്കുന്നത് എന്തുകൊണ്ടാണ്? കുളിക്കാൻ പോയ സ്ത്രീകളുടെ തുണിയെടുത്ത് മാറ്റി വെച്ച കൃഷ്ണൻ അല്ലേ? ആണോ? കുളിക്കാൻ പോയ സ്ത്രീകളുടെ തുണിയെടുത്ത് മാറ്റുന്ന കൃഷ്ണന്റെ ചിത്രം ഭാഗവതത്തിലുണ്ട്. ഉണ്ടോ ഇല്ലയോ? ഇന്നാണെങ്കിൽ കൃഷ്ണൻ എവിടെയായിരിക്കും കിടക്കുകയെന്നറിയോ? ഇന്ന് അതിന് പോക്സോ കേസ് എന്നാ പറയുക. അകത്തുനിന്ന് പുറത്തു വരില്ല കൃഷ്ണൻ, ജനിച്ചിടത്തേക്ക് തന്നെ പോണ്ടി വരും. ആണോ അല്ലയോ? എന്നിട്ടും നമ്മൾ കൃഷ്ണനെ ആരാധിക്കുന്നത്? കൃഷ്ണൻ എത്രയോ കല്യാണം കഴിച്ചു എന്നാ പറയുന്നത്. ആണോ? 8ഓളം കല്യാണം കഴിച്ച കഥകളാണ് പറയാനുള്ളത്. ആണോ? പിന്നെ 16,000 വേറെയും. ആണോ അല്ലയോ? അങ്ങനെയുള്ള ഒരു കൃഷ്ണനെ നമ്മൾ ആരാധിക്കുന്നു. എന്തുകൊണ്ട്? കാരണം കൃഷ്ണൻ ഊർജത്തോടെ ഉത്സാഹത്തോടെ ജീവിച്ചു എന്ന് മാത്രമല്ല, ജീവിച്ചു പോയപ്പോൾ മറ്റുള്ളവർക്കും ആ ഊർജം ഉത്സാഹവും പകർന്നു തന്ന് നമ്മളോട് പറയുകയാണ്, നിങ്ങൾ ഒരിക്കലും ജീവിതത്തിൽ ഇരുന്ന് കരയരുത്. കരയുന്നവർ ദുർബലരാണ്. ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തക്ത ഉത്തിഷ്ഠ പരന്തപ. മനസ്സ് ദുർബലമാകുമ്പോഴാണ് കരയേണ്ടി വരുന്നത്. ദുർബലമായി ജീവിക്കരുത്. ഊർജത്തോടുകൂടി ജീവിക്കണമെങ്കിൽ ഊർജമുള്ളൊരു ജീവിതം രൂപപ്പെടുത്തണം. താനെ വരില്ല, പ്രാർത്ഥിച്ചാൽ വരില്ല. പ്രാർത്ഥന എന്ന വാക്കിനൊക്കെ എപ്പോഴും അർത്ഥം കണ്ടെത്തേണ്ടത് പരിശീലനം എന്താണ്? പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ പരിശീലിക്കുക. കാരണം പരിശീലനത്തിലൂടെ മാത്രമേ പരിവർത്തനം. ഉറക്കെ പറയൂ. അപ്പൊ രാവിലെയും വൈകുന്നേരം ഒക്കെ കുട്ടികളെ നമ്മൾ അമ്പലത്തിൽ കൊണ്ടുപോയാൽ ഒരു പരിവർത്തനം ഉണ്ടാവില്ലേ? ഒന്നും മിണ്ടാത്തത് നിങ്ങൾ? ഒരു പുതിയ ജീവിതക്രമം നമ്മൾ രൂപപ്പെടുത്തണ്ടേ? വേണോ വേണ്ടയോ? വേണം. ട്യൂഷൻ ഒന്നും പറഞ്ഞേക്കരുതേ, നിർത്തൂ അതൊക്കെ പരിപാടികൾ. കുട്ടികൾ മിടുക്കന്മാരാണ്, കഴിവുള്ളവരാണ്. നമ്മൾ ഈ ക്ഷേത്ര സംസ്കാരത്തിലൂടെ നമുക്ക് നോക്കാം. വലിയ കഴിവുള്ള കുട്ടികളെ വാർത്തെടുക്കാൻ പറ്റും, ഉറപ്പാണ്. 101% ഞാൻ ഗ്യാരണ്ടി തരികയാണ്. നിങ്ങൾ രാവിലെയും വൈകുന്നേരം കുട്ടികളെ അമ്പലത്തിൽ കൊണ്ടു നോക്കൂ. ആ കുട്ടികൾ ഏറ്റവും മിടുക്കന്മാരെ. വെറുതെ തൊഴുതു പോകരുത്. എന്ത് ചെയ്യണം? അമ്പലത്തിൽ എത്തിക്കഴിഞ്ഞാൽ നാമം ജപിപ്പിക്കണം. അവരോട് പറയരുത് 108 തവണ നാമം ജപിക്കാൻ പറയാം. നിങ്ങളും അങ്ങനെ ജപിച്ച് പോവുക. അപ്പൊ ആ മനസ്സ് കൂടുതൽ നാമത്തോട് അടുക്കും തോറും, ആ ഊർജത്തോട് അടുക്കും തോറും മനസ്സിന് പരിവർത്തനം ഉണ്ടാവും. കൃഷ്ണൻ എന്ന വാക്കിന് തന്നെ അർത്ഥം കർഷണം എന്നാണ്. ആകർഷണമുള്ള മനസ്സാക്കി മാറ്റണം, കഴിവുള്ള മനസ്സാക്കണം, കരുത്തുള്ള മനസ്സാക്കണം. ഊർജമുള്ള മനസ്സിനെ ഒരു ആകർഷണമുള്ളൂ. ഒരു ഡള്ളായി കിടക്കുന്ന മനസ്സിനെ, അവശമായി കിടക്കുന്ന മനസ്സിന് ഒരു ആകർഷണവും ഇന്നുവരെ എന്തോന്നും മിണ്ടാത്തത് നിങ്ങള്? ഉറക്കെ പറയൂ നിങ്ങള്. ഒരു ഉത്സാഹമില്ലാത്ത മനസ്സിന് ആകർഷണം ഉണ്ടാവില്ല. അപ്പൊ കുട്ടികളുടെ മനസ്സ്, നമ്മുടെ മനസ്സ് ഊർജമുള്ളതാവണ്ടേ, ഉത്സാഹമുള്ളതാവണ്ടേ? വേണോ വേണ്ടയോ? അതുണ്ടാവണമെങ്കിൽ പരിശീലനം വേണം. ഇനി അത് കഴിഞ്ഞാൽ മനസ്സിനെത്താവുന്ന ഏറ്റവും അതിൻ്റെ പരിസമാപ്തി എന്ന് പറയുന്നത് പൂർണ്ണതയാണ്. എന്താണ്? ഈ നാമം ജപിച്ച് എങ്ങോട്ടാ മനസ്സ് പോവുക? മനസ്സിനും പിന്നിലൊരു ഊർജമുണ്ട്. അല്ലെങ്കിൽ മനസ്സ് എവിടെ നിന്നാണോ പ്രകടമാവുന്നത് അവിടേക്കത് തിരിച്ചെത്തും. ഈ പ്രപഞ്ചത്തിൽ പ്രകടമായതെല്ലാം വന്നതിലേക്ക് തന്നെ തിരിച്ചു പോകണം. അതാണ് പ്രകൃതിയുടെ നിയമം. ഐൻസ്റ്റീൻ പറയുന്നു, എനർജിയിൽ നിന്ന് മാനിഫെസ്റ്റ് ചെയ്തതെല്ലാം തിരിച്ച് എനർജിയായി തന്നെ മാറും, വേറൊന്നും ആവില്ല. നമ്മുടെ പൂർവികർ പറയുന്നു, അവ്യക്താദീനി ഭൂതാനി. കൃഷ്ണൻ പറയുന്ന വാക്കുകളാണ്. അവ്യക്തമായ ശക്തിയിൽ നിന്നും പ്രകടമായത്, വ്യക്തമായതെല്ലാം അവ്യക്തനിധനാന്യേവ. വീണ്ടും അത് ഏതിലേക്ക് പോകണം? ആ അവ്യക്തമായ ശക്തിയിലേക്ക് തന്നെ, പൂർണ്ണതയിലേക്ക് പോകണം.
മനുഷ്യന്റെ മനസ്സ് പുഴ എപ്രകാരമാണോ കടലിലേക്ക് ചേരുന്നത്, ഇതുപോലെ നമ്മുടെ പൂർണ്ണതയിലേക്ക് എത്തുന്ന ആ ഒരു അവസ്ഥാന്തരത്തെയാണ് ബോധോദയം എന്ന് പറയാം. എന്താണ്? ആ ബോധോദയത്തിന്റെ പ്രതീകമാണ് ബുദ്ധൻ എന്ന് പറയുന്നത്. അപ്പൊ 10ാമത്തെ അവതാരമായി ബുദ്ധനെ വെച്ചത് മനുഷ്യന്റെ ബോധതലത്തിൽ അതിനൊരു പൂർണ്ണതയുണ്ടെന്നും ആ പൂർണ്ണതയിലേക്ക്, അതുകൊണ്ടാണ് ബുദ്ധന്റെ ചിത്രം വെക്കുമ്പോൾ ഒരു പൂർണിമ, ബുദ്ധ പൂർണിമ എന്ന് കേട്ടില്ലേ? ഒരു പൂർണ്ണ ചന്ദ്രന്റെ ചിത്രം പുറകിൽ വെക്കുന്ന ബുദ്ധ പൂർണിമ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും ബുദ്ധന്മാരാണ്. പക്ഷെ ഇപ്പൊ നമ്മൾ ബുദ്ധനല്ല, പകുതി ബുദ്ധനാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയാ ബുദ്ധൂസ് എന്നൊരു വാക്ക്. എന്താ ദിവസമാണ് ബുദ്ധൂസ്? ആളൊരു ബുദ്ധൂസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകുതിയുള്ള ബോധം നടത്താം. ആ ബുദ്ധൂസിനെ ആരാക്കണം? പൊട്ടനോ? ബുദ്ധൂസാണ് തന്നെ പൊട്ടനാണ്. ഇനി എന്തിനാ പൊട്ടനാക്കണത്? അല്ലെങ്കിലേ പൊട്ടനാണ്. ആ ബുദ്ധൂസിനെ പിടിച്ച് ബുദ്ധനാക്കണം. ആ ബുദ്ധനാക്കുന്ന ഒരു പരിണാമം ക്ഷേത്രത്തിലൂടെ പോയി പോയി നിങ്ങൾ നോക്ക്, അവസാനം നമ്മളൊക്കെ ബുദ്ധന്മാരായിത്തീരും, പൂർണ്ണതയുള്ളവരായിത്തീരും. പൂർണ്ണമത പൂർണ്ണമിതം. ഇതാണ് ഭാഗവതമൊക്കെ എത്തിക്കുന്ന സ്റ്റേജ്. ഇതിനെ പറയാ ജീവബ്രഹ്മ ഐക്യം എന്ന് പറയും. എന്താണ്? നിങ്ങളെ ഭാഗവത സപ്താഹം കഴിയുമ്പോൾ 12ാം സ്കന്ധത്തിൽ 13ാം അധ്യായത്തിൽ 12ാം ശ്ലോകത്തിൽ വേദവ്യാസ മഹർഷി പറഞ്ഞെത്തിക്കുന്ന അവിടെയാണ്. അവസാനം പറഞ്ഞ് ഓർമ്മിക്കുന്നതാണ് സർവവേദാന്ത സാരം. ഈ ഭാഗവതം സർവവേദത്തിന്റെ സാരമാണ്. വസ്തു അദ്വിതീയം ബ്രഹ്മാത്മൈകത്വലക്ഷണം. ഓരോ വ്യക്തികളും അവസാനം പൂർണ്ണത കൈവരിക്കേണ്ടവരാണ്. ദുഃഖവും ദുരിതവും അനുഭവിച്ച് മരിക്കേണ്ടവരല്ല. എത്തേണ്ടത് പൂർണ്ണതയിലേക്കാണ്. ആ പൂർണ്ണതയുടെ പ്രതീകമാണ് 10ാമത്തെ അവതാരമായ ബുദ്ധ അവതാരം. നമ്മുടെ അഷ്ടപതിയില് 10ാമത്തെ അവതാരം ബുദ്ധാവതാരമാണ്. പക്ഷേ പൊതുവെ നമ്മൾ ദശാവതാരം പറയുമ്പോൾ 10ാമത്തെ അവതാരം കൽക്കിയാണ്. വാസ്തവത്തിൽ 11ാമത്തെ അവതാരമാണ് കൽക്കി. 11ാമത്തെ അവതാരമാക്കി കൽക്കിയെ വെച്ചത് ആരാണോ ഈ ജീവിതത്തിൽ പൂർണ്ണത കൈവരിക്കാത്തത്, ആ ബോധം ഉണരാത്തത്, ബോധം ഉദിക്കാത്തത്, അവർക്ക് വീണ്ടും ഒരു പുനർജന്മ ചക്രത്തിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. ഗീതയിൽ കൃഷ്ണൻ പറയും, മാമുപേത്യതു കൗന്ദേയ പുനർജന്മന വിദ്യതേ. എന്നിലേക്ക് എത്തിച്ചേർന്നാൽ പിന്നെ ഒരു പുനർജന്മത്തിന്റെ ആവശ്യമില്ല. അല്ലെങ്കിൽ ആ ബ്രഹ്മഭുവനാലോക പുനരാവർത്തി അർജുന. വീണ്ടും പുനരാവർത്തി വരേണ്ടതുണ്ട്. അതാണ് നിങ്ങളുടെ ഈ നാടിനടുത്ത് കാലടിയിൽ ജനിച്ച ആചാര്യസ്വാമികള് വളരെ വ്യക്തമായി എഴുതി വെച്ചത് പുനരഭിജനനം പുനരഭിമരണം പുനരഭിജനനീ ജഡരേ ശയനം ഇഹ സംസാരേ ബഹുദുസ്സാരേ കൃപയാ പാരേ പാഹി മുരാരേ ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. നോക്കൂ, കാലടി നിങ്ങൾക്ക് വളരെ അടുത്താണ്. അടുത്ത വർഷത്തെ ദശാവതാര ഉത്സവത്തിന് നിങ്ങളെല്ലാവരും ഒരു ദിവസം ആദിശങ്കരാചാര്യസ്വാമികളുടെ ഭജഗോവിന്ദം ചൊല്ലണം. ഒന്ന് പ്രതിജ്ഞ ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ ഈ നാട്ടിൽ ജനിച്ച ഒരു മഹാഗുരുവിൻ്റെ ഒരു കൃതി നമ്മൾ പരിചയപ്പെട്ടിട്ടില്ല പറഞ്ഞാൽ അതൊരു നഷ്ടമല്ലേ? കഷ്ടമല്ലേ? അതൊരു ഗുരുത്വദോഷമല്ലേ? ആണോ അല്ലയോ? ആ ഭജഗോവിന്ദം എന്നൊരു കൃതി എങ്കിലും അടുത്ത ദശാവതാരത്തിനൊന്ന് ചൊല്ലിക്കൂടെ? അടുത്ത വർഷത്തെ തയ്യാറായിക്കൂടെ? എന്തോന്നും മിണ്ടാത്തത് നിങ്ങൾ? എത്ര പേര് തയ്യാറാവും? അങ്ങനെ ഒരു പുതിയൊരു കാര്യം ഇവിടെ നടക്കട്ടെ അടുത്ത വർഷം. കാരണം ആദിശങ്കരാചാര്യസ്വാമികളുടെ ജന്മം കൊണ്ട് പവിത്രമായ കാലടിയുടെ അടുത്താണല്ലോ ഈ നാടിരിക്കുന്നത്, അല്ലേ? ഇന്ന് ലോകം മുഴുവൻ ആദരിക്കുന്നു ആദിശങ്കരാചാര്യസ്വാമികളെ കുറിച്ച്. നിങ്ങൾക്കറിയാലോ, ആദിശങ്കരാചാര്യസ്വാമികളുടെ പ്രതിമ അങ്ങ് കേദാർനാഥില് നമ്മുടെ ആദരണീയ പ്രധാനമന്ത്രിജി കഴിഞ്ഞ വർഷം 2 വർഷം മുമ്പ് അദ്ദേഹം അവിടെ പ്രതിഷ്ഠിക്കല്ല അനാച്ഛാദനം ചെയ്യണ്ടായി. അതേപോലെ തന്നെ ആദിശങ്കരാചാര്യസ്വാമികളുടെ നിങ്ങൾ കേട്ട് കാണും, വലിയൊരു പ്രതിമയാണ് അദ്ദേഹത്തിന്റെ ഒരു രൂപമാണ്. അദ്ദേഹത്തിന്റെ ഗുരുകുലം എവിടെയായിരുന്നു? അദ്ദേഹത്തിന്റെ ഗുരുകുലം എന്നറിയോ നിങ്ങൾക്ക്? മധ്യപ്രദേശിലാണ്. ഏത് നദീ തീരത്താണെന്നറിയോ? ഗോദാവരിയുടെ തീരത്ത് മധ്യപ്രദേശില് അദ്ദേഹത്തിന്റെ ഗുരുസ്ഥാനീയനായ അദ്ദേഹത്തിന്റെ ഗുരു ആയിരുന്നു ആര്? നല്ല ആൾക്കാരോടാണ് ഞാൻ സംസാരിക്കുന്നത്.
ശങ്കരാചാര്യസ്വാമികളുടെ ഗുരുവിന്റെ പേരായിരുന്നു ഗോവിന്ദാചാര്യർ. ആരായിരുന്നു? അതുകൊണ്ടാണ് ഭജഗോവിന്ദം ഒരു ഗുരുവിനെ കൂടെ സ്തുതിക്കുകയാണ് അതില്. അദ്ദേഹത്തിന്റെ ആ ഒരു ഗുരുകുലം നടന്ന സ്ഥലത്ത് മധ്യപ്രദേശില് കഴിഞ്ഞ വർഷം വലിയൊരു ശങ്കരാചാര്യസ്വാമികളുടെ പ്രതിമ വെക്കേണ്ടായി അവിടുത്തെ ഗവൺമെന്റ്. കേട്ടിട്ടുണ്ടോ ഇതിനെക്കുറിച്ചൊക്കെ? കേട്ടിട്ടുണ്ടോ? കാരണം ഇത് കേൾക്കാൻ വലിയ വഴിയില്ല. കാരണം നമ്മുടെ കേരളം ഇതിലൊക്കെ മുഖം തിരിഞ്ഞിരിക്കുന്ന അവസ്ഥയാണ്. ശങ്കരാചാര്യരുടെ കാലടി കോളേജിൽ പറ്റിയാൽ ആ പ്രതിമയ്ക്ക് മുമ്പിൽ എങ്ങനെ വൃത്തികേട് കാണിക്കുക എന്നുള്ളതാണ് നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്നത്. എന്ത് ചെയ്യാൻ പറ്റും? അതുകൊണ്ട് അടുത്ത വർഷം നമ്മൾ തെളിയിക്കണം. ഈ പവിത്ര ഭൂമിയിൽ, ആചാര്യസ്വാമികളുടെ ജന്മം കൊണ്ട് പവിത്രമായ കാലടിക്കടുത്തുള്ള ഈ ഭൂമിയിൽ ശങ്കരാചാര്യസ്വാമികളുടെ ഏത് കൃതി ഉറക്കെ പറയൂ നിങ്ങൾ? ഭജഗോവിന്ദം ചൊല്ലുമല്ലോ നിങ്ങൾ എല്ലാവരും ഒന്ന് പ്രതിജ്ഞ ചെയ്യുക. അപ്പോ നമുക്ക് ഈ പൂർണ്ണാവതാരം എത്തിയിട്ടില്ലെങ്കിൽ അടുത്ത അവതാരമാണ് കൽക്കിയുടെ അവതാരം. അത് പുനർജന്മത്തെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പൊ അതിലേക്ക് എത്താതെ ഏതിലേക്ക് എത്തണം? പൂർണ്ണതയിലേക്ക് എത്തണം. പൂർണ്ണമത. ഇത് മനുഷ്യനെ ഓർമ്മിപ്പിക്കുന്ന എന്തൊരു മനോഹരമായ ചിത്രമാണ് ഈ ദശാവതാര സങ്കല്പം കൊണ്ട് നമ്മൾ ഓർമ്മിപ്പിക്കുന്നത്. മനുഷ്യ ജന്മത്തിന്റെ മഹത്വം ഓർമ്മിപ്പിക്കുന്ന ഇത്രയും അതിപവിത്രമായ ശ്രേഷ്ഠമായ ദശാവതാരം. മനസ്സിലായില്ലേ? അത് കേവലം ഒരു വിഗ്രഹത്തിൽ ചന്ദനച്ചാർത്ത് ചെയ്യുകയല്ല. ആ ചന്ദനച്ചാർത്ത് ചെയ്യുമ്പോൾ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്, ദേ ഈ ഘട്ടത്തിലേക്ക്, ഈ തലത്തിലേക്ക് ഉയരണം, അവസാനം പൂർണ്ണത കൈവരിക്കണം. ഞാനും നിങ്ങളുമെല്ലാം ആ പൂർണ്ണതയിൽ നിന്നും പ്രകടമായതാണ്. കൃഷ്ണനെ പൂർണ്ണാവതാരം എന്ന് വിളിക്കും, മറ്റവതാരങ്ങളെയൊക്കെ കലാവതാരങ്ങൾ എന്ന് വിളിക്കും, നമ്മളെയൊക്കെ അംശാവതാരങ്ങൾ എന്ന് വിളിക്കും. എന്താ വിളിക്കുക? ഭഗവാൻ ഗീതയിൽ പറയുന്നുണ്ട്, ഓരോ വ്യക്തിയും മമേവാംശോ ജീവലോകേ ജീവഭൂത സനാതന മനഃഷ്ടാണിന്ദ്രിയാണി പ്രകൃതിസ്ഥാനി കർഷതി മമൈവ അംശോ. എൻ്റെ അംശങ്ങളാണ് നിങ്ങൾ എല്ലാവരും. അപ്പൊ നമ്മളിലൊക്കെ ആ ഈശ്വരാംശം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കേണ്ട കുറച്ചേ ഉള്ളൂ എന്നുള്ളത്. അതൊരു ചെറിയ അംശമായി നിൽക്കുന്നതിന് കാരണം നമ്മൾ ആ ഈശ്വരഭാവത്തിൽ നിന്നും ആ പൂർണ്ണതയിൽ നിന്നും വളരെ അവർക്ക് പറയണം അകന്നുപോയി. ഒരു കടലിൽ നിന്നും പുഴയിൽ നിന്നൊരു തോടിൽ നിന്നൊരു അരുവി, അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ അരുവിക്ക് തോടിലേക്ക് എത്താം, തോടിൽ നിന്നും ഉറക്കെ പറയൂ പുഴയിലേക്ക് എത്താം, പുഴയിൽ നിന്നും കടലിലേക്ക് എത്താം. ഈ ഒരു യാത്ര ഇപ്പോൾ നമ്മളൊരു അരുവിയായിരിക്കാം, പക്ഷെ ഒഴുകി ഒഴുകി തോടായും പുഴയായും അവസാനം കടലായും ആപൂര്യമാണമജലപ്രതിഷ്ഠം സമുദ്രമാപ പ്രവിശന്തിയദ്വത് എന്ന് ഗീതയിൽ കൃഷ്ണൻ ആഹ്വാനം ചെയ്യുന്നത് പോലെ യഥാ ആകാശാൽപതിതം തോയം യഥാ ഗച്ഛതി സാഗരം എന്ന് പറഞ്ഞ പോലെ നമ്മുടെയൊക്കെ മനസ്സ് ഒഴുകി ഒഴുകി ആ പൂർണ്ണതയിൽ എത്തിക്കൊണ്ട് ഒരു പൂർണ്ണതയുടെ ജീവിതത്തിലേക്കുള്ള പരിണാമത്തെ, വികാസത്തെ, അല്ലെങ്കിൽ അതിലേക്കുള്ള പരിവർത്തനത്തെ ഓർമ്മിപ്പിക്കാനാണ് ഈ ദശാവതാര ചാർത്തിന്റെ സത്രം നമ്മൾ ഇവിടെ ചെയ്യുന്നതെന്ന ബോധം നമ്മളിൽ എല്ലാവരും ഉണ്ടാവട്ടെ. മനസ്സിലാവുണ്ടല്ലോ? ഇത് നാളെ നിങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. കാരണം ഇത്രയോ കാലം നിങ്ങൾ ദശാവതാര സങ്കല്പത്തിന്റെ പൂജകൾ ഇവിടെ ചെയ്യുമ്പോൾ അടുത്ത തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കണം, എന്തിനാണ് ഈ ദശാവതാരം നമ്മളിവിടെ ആഘോഷിക്കുന്നത്. നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് മനുഷ്യന്റെ പരിണാമത്തിന്റെ സാധ്യതകളുടെ. പരിണാമം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഓർക്കണം, ഉള്ളതിൽ നിന്ന് പരിണമിക്കുമ്പോൾ ഉള്ളതിന് പലതുമായി പരിണമിക്കാനുള്ള കൂടെ വന്നില്ലേ നിങ്ങൾ? ഉള്ളതിന്റെ സാധ്യതകളാണ് പരിണമിക്കാനുള്ള സാധ്യതകൾ. അതിന്റെ സാധ്യതകൾ അതിന്റെ വികസിച്ച് അങ്ങനെ നിങ്ങൾ നോക്കൂ, ഒരു ചക്രം അതങ്ങനെ വികസിച്ച് വീണ്ടും അതിന്റെ ആരംഭത്തിലെത്തുന്നത് പോലെ നമ്മളും വികസിച്ച് അതിന്റെ പൂർണ്ണതയിൽ നമ്മൾ എത്തിച്ചേരണം. ആ പൂർണ്ണതയിലേക്ക് വികസിച്ചിട്ടില്ല എങ്കിൽ ആ പൂർണ്ണതയിലെത്തുന്നത് വരെ നമ്മൾ ഈ ചക്രത്തിൽ കടന്ന് കറങ്ങേണ്ടതുണ്ട്. മനുഷ്യ ജീവിതത്തിന്റെ ആ ഒരു പൂർണ്ണതയുടെ ചിത്രം കാണിച്ചു തരാനാണ് ദശാവതാര സങ്കല്പമെന്ന് നമ്മുടെ തലമുറകളെ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കട്ടെ. അതിനാവട്ടെ നമ്മുടെ പ്രയാണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാനിവിടെ ഉപസംഹരിപ്പിക്കുകയാണ്. കാരണം സമയം ഓക്കെ. അപ്പോൾ നമുക്ക് ഇന്നിനി പ്രഭാഷണമൊന്നുമില്ലല്ലോ, ഉണ്ടോ? ഇല്ല. അപ്പൊ നമുക്കൊരു കീർത്തനമൊക്കെ ചൊല്ലി നിർത്താം. അപ്പോ ഇതാണ് ജീവിതത്തിന്റെ ഒരു സത്യം. അതുകൊണ്ട് ഈ ഒരു കാര്യം നമ്മളെല്ലാവരും വളരെ ആത്മാർത്ഥതയോടെ
ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ എടുക്കണം. കേവലം പ്രഭാഷണം കേട്ട് പോവരുത്. നമ്മുടെ ഒരു യാത്രയാണ്. ഈ ജീവിത യാത്രയെ നമുക്ക് ധന്യമാക്കണം. വേണോ വേണ്ടയോ? അതുകൊണ്ട് ചില സത്യങ്ങൾ നിങ്ങൾ അങ്ങോട്ട് ഉൾക്കൊള്ളുക. അതായത് ഒരിക്കലും ഇത് മനസ്സിൽ പറഞ്ഞ് പരിശീലിക്കണം. തളരാനല്ല ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നത്. എന്തിനല്ല? തളരാനല്ല. തളരുന്നതും തകരുന്നതും പരാജയപ്പെടുന്നതും ഞാൻ വേണ്ടാത്ത ചിന്തകൾ എൻ്റെ മനസ്സിൽ കൊണ്ടു നടക്കുമ്പോഴാണ്. അത്തരം ചിന്തകളെ മാറ്റണമെങ്കിൽ എങ്ങനെയാ മാറ്റുക? വെറുതെ കൗൺസിലിങ്ങിന് പോയാൽ ആവില്ല. ഏറ്റവും വലിയ കൗൺസിലിംഗ് എന്ന് പറയുന്നത് ക്ഷേത്രങ്ങളിൽ പോവുക, നാമം ജപിക്കുമ്പോൾ മനസ്സിലേക്ക് ആ ഒരു ദിവ്യമായ ഒരു ഊർജശക്തി വരുമ്പോൾ ഏത് ദുർബല മനസ്സും ക്രമേണ പരിണാമം സംഭവിക്കും. അതുകൊണ്ടാണ് ഉപദേശങ്ങളെ കൊണ്ടല്ല മനസ്സ് മാറുക, പരിശീലനങ്ങളെ കൊണ്ടാണ് മാറുക. ഉറക്കെ പറയൂ, ഉപദേശങ്ങളെ കൊണ്ടല്ല മാറുക. കാരണം ഏതൊരു മാറ്റവും ഒരു നിമിഷം കൊണ്ട് നടക്കുന്നതല്ല. അതൊരു നിരന്തരമായ ഒരു അരുവി കടലായി തീരണമെങ്കിൽ കുറച്ച് സമയം എടുക്കില്ലേ അത് ഒഴുകിയെത്താൻ? ഉണ്ടോ? ഇതുപോലെ മനസ്സിന്റെ ശക്തി കൂട്ടണമെങ്കിൽ നിരന്തരമായി അത് ഒഴുകണം. എങ്ങോട്ടൊഴുകണം? എങ്ങോട്ടാണ് അത് ഒഴുകേണ്ടത്? നല്ല ചിന്തകളിലേക്ക് ഒഴുകണം. അപ്പൊ ഒരു അമ്പലത്തിലേക്ക് കുട്ടികളെ കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ അവരുടെ മനസ്സിനെ ദൈവീകമായ ഒരു ഒഴുക്കിലേക്കാണ് തിരിച്ചുവിടുന്നത്. മനസ്സിലായില്ലേ? ഈ ദൈവീക ചിന്തയിലേക്ക് തിരിച്ചുവിടുമ്പോൾ അവരുടെ മനസ്സിൽ ക്രമേണ ദൈവീകമായ ശക്തി രൂപപ്പെട്ട് മനസ്സിൽ പരിവർത്തനം വരും. ഉണ്ടോ? നിങ്ങൾ നാരായണീയം കേട്ടിട്ടുണ്ടോ? പഠിച്ചിട്ടുണ്ടോ? ഇവിടെ ആർക്കെങ്കിലും നാരായണീയം പരിചയമുണ്ടോ? എത്ര പേർക്ക് നാരായണീയം അറിയുന്നവരുണ്ട്? ഭട്ടതിരിപ്പാട് വാതരോഗം വന്ന് തളർന്ന് കിടക്കുകയാണ്. അദ്ദേഹം ഒരു നിവൃത്തിയില്ല. അന്നത്തെ വൈദ്യന്മാരൊക്കെ കൈയൊഴിഞ്ഞു. അവസാനം അദ്ദേഹത്തിനെ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ ആ ഗുരുവായൂരപ്പനെ നോക്കിക്കൊണ്ട് അദ്ദേഹം നാരായണീയത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്: പ്രഭൂതാദിവ്യാദിപ്രസവചലിതേ മാമകഹൃതി ത്വദീയം ത്വദ്രൂപം പരസുഖചിദ്രൂപമുദിയാൽ ഉദഞ്ചൽ രോമാഞ്ചോ ബഹുഹർഷാശ്രുനിവഹോ യഥാ വിസ്മര്യാഹം ദുരുപമശമപീഡാ പരിഭവൻ. പറയുന്നത് ഇതാണ്: വ്യാധി കൊണ്ട് തളർന്നുപോയ എൻ്റെ മനസ്സ് ഞാൻ എപ്പോൾ ദൈവീകമായ ചിന്തയിലേക്ക് തിരിച്ചുവിട്ടു, ഉദഞ്ചൽ രോമാഞ്ച, മനസ്സിനൊരു ഊർജവും ഉന്മേഷവും ഉത്സാഹവും വരാൻ തുടങ്ങി. ഇനി എന്നെ തളർത്താൻ എൻ്റെ വാതരോഗത്തിന് സാധ്യമല്ലെന്ന്. എന്നാൽ നമ്മൾ ഹിന്ദു സമൂഹം നോക്കൂ, എത്രയോ കാലം ക്ഷേത്രങ്ങളിൽ പോയാലും വല്ല സാമ്പത്തിക പ്രശ്നം വന്നാൽ അതോടുകൂടി മനസ്സ് ഡൗണായി, കുടുംബ പ്രശ്നം വന്നാൽ മനസ്സ് ഡൗണായി. ഇവരൊക്കെ അമ്പലത്തിൽ പോയതാണ്. അമ്പലത്തിനൊരു അപഹാസ്യതയാണ് അവർ ചെയ്യുന്നത്. കാരണം അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ ഒരിക്കലും മാനസികമായി തളരാൻ പാടില്ലായിരുന്നു. പിന്നെന്തുകൊണ്ട് തളർന്നു? പ്രാർത്ഥിച്ചുപോയി. പ്രാർത്ഥിച്ചുകൊണ്ടല്ലായിരുന്നു പോകേണ്ടത്. പരിശീലിച്ചിരുന്നെങ്കിൽ തളരില്ലായിരുന്നു. മനസ്സിന് കുറച്ചുകൂടി ദൈവീകമായ ചിന്ത ഉണ്ടാകുമായിരുന്നു. മനസ്സിലാവുണ്ടല്ലോ? നമ്മളിതൊന്നും പഠിച്ചില്ല. അപ്പൊ നമ്മൾ എന്താ പഠിച്ചിരിക്കുന്നത്? പുറത്തു നിന്നൊരു ദൈവം നമ്മുടെ പ്രശ്നങ്ങളൊക്കെ കേൾക്കുന്നതാണ്. നിങ്ങളുടെ മനസ്സ് ദുർബല ചിന്ത കൊണ്ട് നിറഞ്ഞതാണെങ്കിൽ ആ ദുർബല ചിന്തകളെ ദൈവീക ചിന്തയിലേക്ക് തിരിച്ചുവിട്ട് ഇതിന്റെ ഊർജശക്തിയെ പരിവർത്തനം വരുത്താത്തോടത്തോളം കാലം എത്ര ദൈവങ്ങൾ ജീവിച്ചിരുന്നിട്ടും, കേട്ടില്ലേ നിങ്ങൾ? മനസ്സിലായില്ലേ നിങ്ങൾക്ക്? മനസ്സ് മുഴുവൻ ദുർബല ചിന്തകൾ വെച്ച് നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥന കൊണ്ട് മനസ്സൊരിക്കലും പരിവർത്തനം വരികയല്ല. നേരെ മറിച്ച് നിങ്ങൾ പരിശീലിച്ചിരുന്നെങ്കിൽ, ഒരു ദൈവീക ചിന്തയിലേക്ക് തിരിച്ചുവിട്ടിരുന്നെങ്കിൽ മനസ്സിലേക്ക് ആ ദൈവീക ചിന്ത ക്രമേണ വന്ന് ആ ദുർബലത മുഴുവൻ ഒരു ഊർജമായി കരുത്തായി രൂപപ്പെട്ടിരുന്നുവെങ്കിൽ അവരൊരിക്കലും മാനസികമായി തളരില്ലായിരുന്നു. മനസ്സിലാവുണ്ടല്ലോ നിങ്ങൾക്ക്? ഇതല്ലേ സയൻസ്? ഇതാണോ ശാസ്ത്രം? എന്താ ഒന്നും മിണ്ടാത്ത നിങ്ങൾ? മനസ്സിന്റെ ദുർബലതകളെ ദൈവീക ചിന്തകളെ കൊണ്ട് പരിവർത്തനം വരുത്തണം എന്നതാണോ ശാസ്ത്രം? പ്രാർത്ഥിച്ചു ദൈവം മാറ്റും എന്നതാണോ ശരി? എന്താ ഒന്നും മിണ്ടാത്തത് നിങ്ങൾ? അതുകൊണ്ട് നമ്മൾ ഹിന്ദു സമൂഹം ഒന്ന് മാറണം. നമ്മൾ ഈ പ്രാർത്ഥന എന്നുള്ള വാക്ക് മാറ്റി നാമ ജപശീലം, പരിശീലനം, എന്താ പറയാ? നാമം പരിശീലിക്കുക. നിരന്തരമായി നമ്മൾ നാമത്തെ ചിന്തിക്കുക. നിങ്ങൾ നോക്കൂ, കൃഷ്ണൻ ഭാഗവതത്തിലും ഭഗവത്ഗീതയിലൊക്കെ പറഞ്ഞതാണ്,
അനന്യാചിന്തയന്തോ മാം യേ ജനാ പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യം. എന്നെ ചിന്തിക്കുന്നവരുടെ യോഗക്ഷേമം നോക്കുന്നതാണ്. പ്രാർത്ഥിക്കുക എന്നുള്ളൊരു വാക്ക് ഞാൻ ഗീതയിൽ കണ്ടിട്ടില്ല. ഭാഗവതത്തിൽ പറയുന്നത്, ഭാഗവതത്തിൽ നിങ്ങൾ 11-ാം സ്കന്ധത്തിൽ കാണാൻ പോകുന്ന വരികളാണ്. അവിടെ പറയുന്നത്, ആരുടെ മനസ്സാണോ മാം അനുസ്മരത ചിത്തം മയ്യേവ പ്രവിലീയതേ, എന്നിലേക്ക് കൂടുതൽ കൂടുതൽ അടുക്കും. ഏത് മനസ്സ്? മാം അനുസ്മരത. അനുസ്മരത എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അനുസ്മരിക്കുക. അപ്പൊ ഇത് നമ്മൾ കുട്ടികളെ പരിശീലിപ്പിക്കണ്ടേ? വേണോ വേണ്ടയോ? അതുകൊണ്ട് ഇന്നു മുതൽ ഒരു തീരുമാനം എടുക്കണം. ഇനി മുതൽ ഞാൻ ക്ഷേത്രത്തിൽ പോവുകയാണെങ്കിൽ ഒരു 108 തവണ നാമം ജപിച്ചിട്ടേ. അവിടുന്ന് എത്ര പേര് തീരുമാനിച്ചു? അത് ശീലിക്കണം. നിങ്ങൾ കാണിച്ചു കൊടുക്കണം. നമ്മുടെ ഹിന്ദു സമൂഹം ഒരിക്കലും തളരാത്തവരാണ്. പ്രതിസന്ധികൾ വന്നാൽ പോലും തളരാത്തവരാണ്. തളർത്തുന്നത് എന്താണ്? ദുർബലതയാണ്. തളരാതിരിക്കുന്നതിന് കാരണം ദൈവീകതയാണ്. ദൈവീകതയുള്ളവർ തളരാറില്ല, ദുർബലതയുള്ളവർ തളരും. അപ്പൊ ദുർബലതയെ ദൈവീകമാക്കാൻ എന്താ വഴി? നിരന്തരമായ നാമ പരിശീലനം. മനസ്സിലായോ നിങ്ങൾക്ക്? എന്താ ഒന്നും മിണ്ടാത്തത് നിങ്ങൾ? ഇത് പരിശീലിക്കണ്ടേ? ഇതല്ലേ സയൻസ്? ഇതിനാണ് നമ്മുടെ ഋഷിവര്യന്മാര് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് മഹാന്മാരാരും തളരാതിരുന്നത്, പ്രതിസന്ധികളുടെ നടുവിലും തളരാതിരുന്നത്. അത് നമുക്കും സാധിക്കട്ടെ എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട്, ഈ ദശാവതാരം നമുക്ക് വേണ്ടിയിട്ടാണ്. ഇത് വെറുതെ ഒരു ചിത്രം വെച്ചുകൊണ്ട് നമ്മളിൽ ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള അന്ധമായ ഭക്തി ഉണ്ടാക്കി നാളെ സകല പ്രശ്നങ്ങളും ഒരു ദൈവം പരിഹരിക്കും എന്ന് പറയാനുള്ളതല്ല. നിങ്ങൾ കൃഷ്ണന്റെ കഥകൾ വായിച്ചാൽ, രാമന്റെ കഥകൾ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും അവരൊക്കെ പല പ്രശ്നങ്ങളിലൂടെയും കടന്നുപോയിട്ട്. കൃഷ്ണന് ജനിച്ച അന്ന് മുതൽ പ്രശ്നമായിരുന്നു, അല്ലേ? ആണോ അല്ലയോ? അവസാനം കാലിൽ അമ്പേറ്റുകൊണ്ടാണ് കൃഷ്ണൻ പോകുന്നത്. ശ്രീരാമസ്വാമിയുടെ ജീവിതം നോക്കൂ നിങ്ങൾ. അദ്ദേഹം പായസമൊക്കെ കഴിച്ച് ഗർഭിണിയായി പ്രസവിച്ച് മക്കളൊക്കെ വളർന്നു. കല്യാണം കഴിക്കാൻ പോകുന്ന മുതൽ അവിടുന്ന് തുടങ്ങുന്ന പ്രശ്നം. വരുന്ന സമയത്ത് പരശുരാമൻ വരുന്ന വഴിയിൽ, പിന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ രാജ്യം ഭരിക്കാൻ നിൽക്കുമ്പോഴാണ് കാട്ടിലേക്ക് പറഞ്ഞയച്ചത്. ഉണ്ടോ? സീതാദേവി വീണ്ടെടുത്തു, അപ്പോഴും പ്രശ്നം. ഗർഭിണിയായ സീതാദേവി വീട്ടിൽ കൊട്ടാരത്തിൽ വെച്ചു, അപ്പോഴും പ്രശ്നം. ഉണ്ടോ? എന്തോ ഒന്നും വേണ്ടാത്തത് നിങ്ങൾ? ആർക്കാ പ്രശ്നങ്ങളില്ലാത്തത്? അയ്യപ്പസ്വാമി ശബരിമലയിൽ ഇരിക്കേണ്ട അവസ്ഥ എന്താ വന്നത്? വീട്ടിലെ പ്രശ്നങ്ങൾ കാരണമായിരുന്നോ? ഇല്ല, പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. ആ അയ്യപ്പസ്വാമിയെ അവിടുത്തെ അടുത്ത യുവരാജാവായി വെച്ചിരുന്നെങ്കിൽ അയ്യപ്പസ്വാമി ഒരിക്കലും എവിടെ ഇരിക്കില്ല. എന്തോന്നും മിണ്ടാത്തത്? ഇവർക്കൊക്കെ പ്രശ്നങ്ങളുണ്ട്. ഏത് അവതാരത്തിനാ പ്രശ്നങ്ങളില്ലാത്തത്? ഈ ഭാരതത്തിൽ അവതരിച്ച അവതാരങ്ങൾക്കെല്ലാം പ്രശ്നങ്ങൾ. അതുകൊണ്ട് അവരുടെ മുന്നിൽ ചെന്നിട്ട് കൈകൂപ്പിക്കൊണ്ട് പ്രശ്നം പരിഹരിക്കണേ എന്ന് പറഞ്ഞാൽ അവര് ബോധത്തോടു കൂടിയിട്ടാണെങ്കിൽ എന്താ പറയാ? നിങ്ങൾ എന്താ ഞങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത്, അല്ലേ? അവര് നമ്മളോട് എന്താ പറയാ? മെനക്കെടൂ, ഈ പ്രശ്നങ്ങളൊന്നും ഞങ്ങളെ ബാധിച്ചിട്ടില്ല. കൃഷ്ണൻ പുഞ്ചിരിച്ചുകൊണ്ടല്ലേ നിൽക്കുന്നത്? ആണോ? എന്നോടൊരു ക്രിസ്ത്യൻ ഒരു ആള് വന്നിട്ട് പറയാണ്, സ്വാമി എനിക്ക് പള്ളിയിൽ പോകുന്നതിനേക്കാൾ ഇഷ്ടം കൃഷ്ണന്റെ അമ്പലത്തിൽ, കാരണം പുഞ്ചിരിച്ചുകൊണ്ടുള്ള കൃഷ്ണനെ കാണാലോ എന്ന്. ഞങ്ങളുടെ പള്ളിയിൽ പോയാൽ അത് കാണാൻ പറ്റില്ല എന്ന്. ആ പുഞ്ചിരി കൊണ്ട് നമ്മൾ പഠിക്കേണ്ടത് പൂതന മുതൽ അങ്ങ് അവസാനം സ്വന്തം കുലം ഒരുക്കി വെച്ചിരിക്കുന്ന അസ്ത്രം വരെ പുഞ്ചിരി മായാത്ത കൃഷ്ണൻ, അതാണ് നമ്മുടെ മുന്നിൽ വരേണ്ടത്. പൂതന മുതൽ കുലമൊരുക്കി വെച്ചിരിക്കുന്ന അസ്ത്രം വരെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോഴും പുഞ്ചിരി മായാത്ത കൃഷ്ണൻ. വേണോ വേണ്ടയോ? വേണോ? അത് സാധിക്കട്ടെ. അതിന് നമുക്ക് അനുഗ്രഹം ഉണ്ടാവട്ടെ. ഈ തീർത്ഥസ്ഥലത്തെ, ഈ ദശാവതാര പവിത്രമായ ചടങ്ങ് നടക്കുന്ന ഈ പുണ്യയജ്ഞവേദിയിൽ നമുക്ക് വരാനും പങ്കെടുക്കാനും സാധിച്ച നമുക്ക് ആ ഒരു ഉൾബോധമുണ്ടാവട്ടെ. ഞാൻ പരിശ്രമിച്ചിട്ട് വേണം എൻ്റെ ജീവിതത്തെ പുഞ്ചിരി മായാത്ത ഒരു മുഖം ഉള്ളതായി കൊണ്ടു നടക്കാൻ. കൃഷ്ണനെ ഞാൻ ഉള്ളിൽ കൊണ്ടു നടക്കേണ്ടത് അങ്ങനെയാണ്. അങ്ങനെ ഓരോരുത്തരുടെ ഉള്ളിലും കൃഷ്ണൻ നിറയട്ടെ, ദശാവതാരം നിറയട്ടെ, പൂർണ്ണതയിലെത്താൻ സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട്, അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ട്, നമുക്കെല്ലാവർക്കും അനുഗ്രഹം ചൊരിയുന്ന ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ നമിച്ചുകൊണ്ട്, എനിക്കിവിടെ വരാൻ ഇതിനെ ഭാഗ്യമൊരുക്കി തന്ന സംഘാടകരെ അഭിനന്ദിച്ചുകൊണ്ട്, നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് മുന്നിൽ നമിച്ചുകൊണ്ട്, എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം വരണമേ
എന്ന് പ്രാർത്ഥിക്കുകയല്ല, അതിനെ പരിശ്രമിക്കാൻ നമുക്ക് ബുദ്ധി ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.